എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1768 ദിവസം. ഇന്നത്തെ സെഷനിൽ നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ സലില മുല്ലൻ ആണ്. മാഡം നേരത്തെ തന്നെ ക്ലാസ്സിനായിട്ട് റെഡിയായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും മാഡം നമുക്ക് നേരത്തെയും ഇതിന്റെ ആദ്യ ഭാഗം നമുക്ക് പറഞ്ഞ് ക്ലാസ് എടുത്തിരുന്നു. ഇന്നത്തെ അന്ന് എടുത്തിരുന്ന വിഷയം ആദിവാസി ജനങ്ങളിൽ ഹോമിയോപ്പതിയിലൂടെയുള്ള ചികിത്സാ അനുഭവങ്ങളാണ് മാഡം ആദ്യ ഭാഗത്ത് പങ്കുവച്ചത്. അതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് പറയാനിരിക്കുന്നത്. വയനാട് ആദിവാസി ഊരുകളിൽ മാസത്തിൽ 2 പ്രാവശ്യം പോവുകയും അവിടെ താമസിച്ച് അവരുമായി അവരുടെ ചികിത്സകൾക്കായി സമയം ചെലവഴിക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഡോക്ടർ സലില. ഇന്ന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് മാഡത്തിനെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ മാഡത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ സെഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. ഞാൻ വീണ്ടും വന്നേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചതിൻ്റെയൊക്കെ ബാക്കിയായിട്ട് എൻ്റെ വയനാട്ടിലെ അനുഭവങ്ങൾ പറയാന്നുള്ളതാണ് കൂടുതലായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഞാൻ അവിടെ എല്ലാ മാസവും ഒന്നിടവിട്ട ആഴ്ചകളിൽ പോകുന്നുണ്ട്. പോയി ഒരു 8 ഊരുകളിലാണ്. ഊരുകളിൽ അവിടെ ചെന്ന് വെള്ളിയാഴ്ച രാത്രി പോവും, ശനിയാഴ്ച അവിടെ എത്തും, ശനി ഞായറും ഊരുകളിൽ സന്ദർശിക്കും. ഞാനൊരു ഓമ്നി വാനില് മെഡിസിൻസും കാര്യങ്ങളും എന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ, മരുന്നും മറ്റ് കാര്യങ്ങളും ഒക്കെ അവർക്ക് ആവശ്യമുള്ള മറ്റ് അവശ്യ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഓമ്നി വാനിൽ അവരുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മഴക്കാലമാണ്. മഴ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുന്ന സമയത്തൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇതുപോലെ അവിടെ റെഡ് അലർട്ട് ഒക്കെ ആയിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര പോണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ യാത്രയൊക്കെ നിരോധിച്ചിരിക്കുന്ന സമയത്തൊക്കെ. പക്ഷെ എന്താന്ന് വെച്ചാല് അവിടെ അവരിങ്ങനെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കണം എന്ന് അറിയുമ്പോൾ നമുക്ക് പോവാതെ വയ്യ എന്നുള്ളത് കൊണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും മുടങ്ങാണ്ട് തന്നെ എൻ്റെ യാത്രയും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പറഞ്ഞതിനേക്കാൾ ഞാൻ കുറച്ചും കൂടി പ്രശ്നത്തിലാണ് ഇപ്പൊ അവിടെ. പ്രശ്നത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ മുന്നോട്ടുള്ള യാത്ര എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ടെൻഷനിലൊക്കെയാണ്. ഒന്ന് ഞാൻ താമസിച്ചിരുന്ന അവിടെ ചെല്ലുമ്പോൾ താമസിക്കാൻ എനിക്ക് അവിടെ ഒരു വീടുണ്ടായിരുന്നു. ഞങ്ങളുടെ ട്രസ്റ്റിന്റെ ചെയർമാന്റെ ഇതിലുള്ള ഇതായിരുന്നു. അതിപ്പോ അദ്ദേഹം ഒരു റീനൽ കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് ഡയാലിസിസും ഒക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ആ വീട് വിറ്റു. അപ്പൊ എനിക്ക് താമസിക്കാൻ ചെല്ലുമ്പോഴേക്കും ഒരു പ്രശ്നമായിട്ട് അങ്ങനെയൊക്കെ പ്രശ്നമൊക്കെ ആയിരുന്നു. ഇപ്പൊ എനിക്കൊരു റെന്റഡ് റൂം കിട്ടിയിട്ടുണ്ട്. ഒരു റൂം അവിടെ ഞാൻ റെന്റ് ചെയ്തേക്കാണ്. പിന്നെ അതുപോലെ എൻ്റെ വാനും അതിന്റെ റീ രജിസ്ട്രേഷന്റെ ടൈം ആയി കഴിഞ്ഞു. അപ്പൊ അതിനും ഞാൻ ഇങ്ങനെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അത് റീ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വണ്ടി മേടിക്കേണ്ട അത്രയും കാശ് ചെലവാക്കി അതിന് ഒരുപാട് പണിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഞാനിങ്ങനെ എങ്ങനെ എന്തോരം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു വല്ലാത്തൊരു പീരീഡിൽ ഇരിക്കുന്ന സമയമാണിപ്പോ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാനിത് പറ്റുന്നത്രയും കൊണ്ടുപോകും, മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും. ആരെങ്കിലും ഒക്കെ ഒരു സുമനസ്സുകൾ ഉണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും എന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെ ഞാനിങ്ങനെ പോവാണ്. അപ്പോ അവിടുത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് നമ്മളെ ഡോക്ടർമാരിൽ കുറെ പേരൊക്കെ ഇവരുമായിട്ട് പരിചയമുള്ളവരുണ്ട്. വയനാട്ടിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും ആദിവാസികളുമായിട്ടൊക്കെ പരിചയമുള്ള കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് കുറെ പേർക്കൊക്കെ അറിയാം ഇവരുടെയൊക്കെ ഒരു സ്വഭാവവും പെരുമാറ്റ രീതിയും ജീവിത രീതിയും ഒക്കെ അറിയാം. നമ്മൾ മറ്റ് ജനറൽ ആൾക്കാരെ ചികിത്സിക്കുന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ് ഇതിൽ.
ഇവരോടുള്ള നമ്മുടെ അപ്രോച്ചിന് ഒരുപാട് വ്യത്യാസം ഉണ്ട്. ഒന്നാമത് ഞാൻ അന്ന് പറഞ്ഞിരുന്ന പലപ്പോഴും അന്ന് അറ്റൻഡ് ചെയ്യാത്തവരും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാണ്. ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ഇവരാരും നമ്മുടെ അടുത്തേക്ക് വരില്ല. ആദ്യം ചെല്ലുമ്പോൾ ഇവരെല്ലാവരും അത് അവരുടെ അനുഭവം കൊണ്ടാണ്. അവരുടെ അനുഭവം, അവരുടെ അടുത്തേക്ക് ചെല്ലണവരൊക്കെ അവരെ പറ്റിക്കാൻ വേണ്ടി ചെല്ലുന്നതാണ്. അവരിൽ നിന്ന് എന്തോ കിട്ടാൻ വേണ്ടി, അവരെ എന്തോ പറ്റിക്കാൻ വേണ്ടി ചെല്ലുക എന്നുള്ളതാണ് അവരുടെ അനുഭവം. അതുകൊണ്ട് അവര് നമ്മളെ ഒരു സംശയദൃഷ്ടിയോടുകൂടിയേ നോക്കുകയുള്ളൂ. അവര് നമ്മളെ ആദ്യം ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹെൽത്ത് ഇഷ്യൂ അവർക്കല്ല ഇഷ്യൂ, നമുക്കാണ്. അവർക്ക് അത്ര വലിയ ഇഷ്യൂ ഒന്നും അല്ല അത്. ഏറ്റവും അങ്ങേയറ്റം വഷളാവുമ്പോൾ മാത്രമേ അവർക്കത് ഇഷ്യൂ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടിയാണ് ഞാൻ അവരുടെ ഇടയിലേക്ക് ഒരാളായിട്ട് അവരെന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു ആദ്യം. അങ്ങനെയാണത്, അവരുടെ രീതി അതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ചരിത്രമൊക്കെ നോക്കിയാൽ അറിയാം, എല്ലാവരും അവരെ പറ്റിച്ചിട്ടേ ഉള്ളൂ കൂടുതൽ പേരും. അപ്പൊ ആ ഒരു പേടി കൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെ എറണാകുളത്ത് നിന്ന് ഒരാള്, അവർക്ക് എറണാകുളം എവിടെയാണെന്നൊന്നും അത്രയ്ക്ക് അറിയാനൊന്നും വയ്യ, എന്നാലും ദൂരെ എവിടുന്നോ വരികയാണെന്ന് അറിയാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇടയിലേക്ക് ഒരു ആവശ്യമില്ലാണ്ട് വരണ എന്തിനാന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവാമല്ലോ. അപ്പൊ ഓരോ ഊരുകളിലും ചെന്നപ്പോഴും ഒക്കെ ഇത് തന്നെയായിരുന്നു. പലവട്ടം നമ്മൾ ആദ്യം ചെന്ന് കഴിഞ്ഞിട്ടാണ് ഇവര് കുഴപ്പക്കാരല്ല എന്ന് തോന്നിയിട്ടാണ് ഇവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്തത്. ഇപ്പൊ ആദ്യം കുറെ ഓടി നടന്ന് കുറെ ഊരുകളിലൊക്കെ പോയിരുന്നു. അവസാനം വന്നാണ് ഒരു 8 ഊരില് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നു. അതിപ്പോ ഞാൻ ഏതാണ്ട് ഒരു 2011 ഞാൻ അവിടെ തുടങ്ങിയത്. 2011 ഞാൻ ആദ്യം തുടങ്ങുന്ന അവിടെ ഒരു വാളാട് മാനന്തവാടി, വയനാട് ഡിസ്ട്രിക്റ്റിന്റെ തന്നെ വടക്കേ അറ്റത്താണ്. മാനന്തവാടിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ട് വാളാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യം ഒരു ക്ലിനിക്കായിട്ടാണ് തുടങ്ങിയത്. അപ്പൊ അവിടെ ഇവിടെ എന്റെ തൃപ്പൂണിത്തുറ ക്ലിനിക്കിൽ എന്റെ നീസിനെ ഇരുത്തിയിട്ട്, അവള് ഡോക്ടർ കീർത്തി മുല്ലൻ, അവള് ഹോമിയോപ്പത്ത് തന്നെയാണ്. അവള് കഴിഞ്ഞ് വന്നപ്പോൾ അവളെ ഇവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ 2011 വയനാട്ടിലേക്ക് പോണത്. വയനാട്ടിൽ ക്ലിനിക്ക് ഞാൻ ആദ്യം റൺ ചെയ്തപ്പോൾ അവിടെ റൺ ചെയ്തപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണേ. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം കിട്ടണില്ല. ഈ ട്രൈബൽ പീപ്പിൾ എന്ന് പറയുന്നവര് പൊതുവെ അവര് ക്ലിനിക്കുകളിലേക്ക് വരാൻ വളരെ വിമുഖത കാണിക്കുന്നവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ആരോഗ്യ പ്രശ്നം അവർക്ക് പ്രശ്നമല്ല, നമുക്കാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ അവരങ്ങനെ വരാൻ വിമുഖതയാണ്. അപ്പോൾ നമ്മൾ ക്ലിനിക്ക് ഇങ്ങനെ റൺ ചെയ്തപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നും നടക്കണില്ല. മറ്റേ ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവര് വരുന്നില്ല എന്നുള്ളത്. വളരെ അപൂർവമായിട്ടേ വരുന്നുള്ളൂ. അങ്ങനെയാണ് അവസാനം ഞാൻ ഒരു 9 മാസം, അപ്പൊ ഞാൻ അവിടെ തന്നെ താമസിച്ചു. എന്റെ ഒരു ട്രൈബൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കൂടെ താമസിപ്പിച്ചു. എന്നിട്ട് ഒരു 9 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലിനിക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് ആണ് എനിക്ക് ഈ വാനിൽ, പിന്നെ ആദ്യം വാൻ ഉണ്ടായിരുന്നില്ല, അത് ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് മരുന്നൊക്കെ കൊണ്ടുപോയി ഊരുകളില്. ഇപ്പൊ കോളനി എന്ന് പറയാൻ പാടില്ല, ഉന്നതി എന്നാണ് ഇപ്പൊ അതിനൊക്കെ. അപ്പൊ പക്ഷെ നമ്മള് ശീലം കൊണ്ട് അറിയാണ്ട് കോളനി എന്ന് പറഞ്ഞു പോകും. അവരും പറയും അങ്ങനെ തന്നെ പറഞ്ഞു പോകും. ഇപ്പൊ ഈ ഉന്നതികളിൽ പോയിട്ട് നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഡിസ്മാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാവുന്ന ടേബിളും ഒക്കെ ആയിട്ടൊക്കെയാണ് പോവുക. മരുന്നുകളും ക്ലിനിക്കിലുള്ള എല്ലാ മരുന്നുകളും ക്ലിനിക്കിന് വേണ്ട എല്ലാ മരുന്നുകളും കൊണ്ട് തന്നെ പോവുക. കൊണ്ടുപോയിട്ട് അവിടെ ഏതെങ്കിലും ഒരു വീടിന്റെ മുറ്റത്ത് ഇതിടും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് മേശയൊക്കെ ഇടാമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്തിടും. എന്നിട്ട് ഞാൻ ഇരുന്ന ആരും വരില്ല. പിന്നെ നമ്മൾ ഓരോരുത്തരും ചെല്ലുമ്പോൾ അവരെല്ലാവരും ഓടി അകത്ത് കയറും. പിന്നെ ഓരോരുത്തരെയായിട്ട് വിളിച്ചൊക്കെ കൊണ്ടുവന്നൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് വന്നു തന്നെയാണ് ഇപ്പൊ ആയത്. പിന്നീട് ഒരു 3-4 മാസത്തിന് ശേഷമാണ് എനിക്ക് ഈ ഓമ്നി വാൻ ആയത്. ഓമ്നി വാനിൽ ഞാനൊരു 8 സീറ്ററാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേഷ്യന്റിനെയും കൂടി ഇരുത്തി നോക്കാൻ പറ്റും. ഞാനിരിക്കും, ഓപ്പോസിറ്റ് സൈഡിൽ പേഷ്യന്റിനെ ഇരുത്താൻ പറ്റും. കംപ്ലീറ്റ് മെഡിസിൻസും കാര്യങ്ങളും, പിന്നെ ഡ്രസ്സ്, പലതും അവർക്ക് ആ സമയത്ത് ആവശ്യമുള്ള പല സാധനങ്ങളുമായിട്ടാണ് ഞാൻ പോണത്. സ്കൂള് തുറക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ സ്കൂൾ ബാഗും ബുക്സും മറ്റ് പഠനോപകരണങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ ഓണം അങ്ങനത്തെയുള്ള വിശേഷങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. അങ്ങനെ ഇപ്പൊ അവരെന്നെ അവരുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളായിട്ട് അംഗീകരിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ എന്റെ വലിയ ആവശ്യമൊന്നും അവിടെ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ധാരാളം ക്ലിനിക്കുകളും മെഡിക്കൽ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഹോമിയോപ്പതി ക്ലിനിക്ക് ഉണ്ട്, ഗവൺമെന്റിന്റെ തന്നെ.
ആയുർവേദ ക്ലിനിക്ക് ഉണ്ട്, അലോപ്പതി ക്ലിനിക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവർക്ക് നമ്മളിൽ വിശ്വാസം വന്നു പോയത് കൊണ്ട് ഇവരെന്ത് വന്നാലും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും. എന്തൊക്കെ വന്നാലും ഞാനിപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ ചെല്ലാൻ ഒന്നോ രണ്ടോ ആഴ്ച ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ കോളുകൾ വരാൻ തുടങ്ങും. അവര് വളരെ നമ്മളെ വൈകാരികമായിട്ടൊക്കെ അവർ ചൂഷണം ചെയ്യാൻ തുടങ്ങുന്നു. ഞങ്ങൾ സ്വപ്നം കണ്ടു, സാറ് വന്നു, സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞൊക്കെ പറയും. അപ്പൊ അവരുടെ സ്വപ്നത്തിൽ പോലും നമ്മൾ അതൊക്കെ അറിയുമ്പോൾ നമ്മൾക്ക് പിന്നെ ഇത്ര ഇതായിട്ട് പറയുമ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോ പ്രാർത്ഥിച്ചത് പോലും സാറ് വരണേന്നാ പ്രാർത്ഥിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വല്ലാണ്ട് ഇമോഷണലി അവര് കഷ്ടത്തിലാക്കും. അപ്പൊ പിന്നെ ഞാൻ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും നിവർത്തിയുള്ളതും മറ്റ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇത് അവർക്ക് സ്കിപ്പ് ചെയ്യാണ്ട് ഞാൻ ഇങ്ങനെ എന്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയാം, രണ്ട് മൂന്ന് കേസുകൾ പറയാം. നമ്മള് ഈ കുഴക്കിയ കാര്യം എന്ന് വെച്ചാൽ ഇവര് മറ്റുള്ളവർ പറയണ പോലെ അത്ര സിംറ്റംസ് ഇവരുടെ അടുത്ത് നിന്ന് കിട്ടുക വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. അവരെല്ലാവരും എല്ലാവരും പറഞ്ഞിട്ട് വന്ന് പറയാ പനിയാ എന്നൊക്കെയാ പറയാ, എനിക്ക് പനിയാ, ചൊറിയ, ഇതൊക്കെ എങ്ങനെയൊക്കെ പറയുള്ളൂ. പിന്നെ നമുക്ക് ഇതാക്കി എടുക്കണം. അപ്പോ എന്നെ കുഴക്കിയ ഒരു 3-4 കേസ് ഞാനിപ്പോ പറയാം. ഒരു മൈഗ്രെയിൻ കേസ് വന്നു. മൈഗ്രെയിൻ കേസ് ഒരു ലേഡിയാണ്. ഇവരുടെ ഏജും വലിയ പ്രശ്നമാണ്. ഇവർക്ക് ഏജ് പറയാനൊന്നും കൃത്യമായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അല്ലാണ്ട് ഇപ്പോഴത്തെ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ചെന്ന് തുടങ്ങിയതിനേക്കാളൊക്കെ ഒരുപാട് ഡെവലപ്ഡ് ആയി അതിനൊക്കെ. ഏജ് ഒക്കെ അവർക്ക് തോന്നിയ വയസ്സാണ് അങ്ങോട്ട് പറയാ. ഇപ്പൊ നമുക്ക് അറിയാം ഒരു 70 വയസ്സായി നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ചോദിച്ചാൽ ചിലപ്പോൾ 30 35 ആവും പറയാം. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഈ 35 70 തമ്മിലുള്ള വ്യത്യാസം അവർക്ക് അറിയില്ല. അതാണ് പ്രശ്നം. അവർക്ക് 35 ഒരു സംഖ്യ അവരുടെ വായിൽ വന്നു, അതങ്ങോട്ട് പറയാം, അത്രേ ഉള്ളൂ. പിന്നെ അവര് 35 പറഞ്ഞു എന്നാലും നമ്മൾ എഴുതുമ്പോ 70 എന്നൊക്കെ തന്നെയാവും എഴുതുക. ഒരു സ്ത്രീ ഒരു 50+ ആയി കാണും ഒരു സ്ത്രീ ഭയങ്കര കടുത്ത മൈഗ്രെയിൻ ആയിട്ട് വന്നു. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ അവര് തലവേദന എന്നാ പറഞ്ഞ. അപ്പൊ തലവേദനയായിട്ട് അവര് തലവേദന സഹിക്കാൻ വയ്യാത്തതാണ്, ക്ഷീണമാണ് അവർക്ക്, ഭയങ്കര ക്ഷീണം, തലവേദന. അവരെ അപ്പം മാനന്തവാടി താലൂക്ക് ഹോസ്പിറ്റലിൽ, ഇപ്പൊ അവിടെ മെഡിക്കൽ കോളേജ് ആണല്ലോ, അവിടെ താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നും പറ്റാണ്ട് അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി ഒക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് അങ്ങനെ ഒരു കുറച്ച് വർഷങ്ങളായിട്ടുള്ള തലവേദനയുള്ള ഒരു സ്ത്രീ. തലവേദന എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ക്ഷീണം, എണീക്കാൻ പോലും പറ്റാത്തത്ര ക്ഷീണമാണ് അവർക്ക്. ഒരു കാര്യവും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നാണ് ഇത് പറയുന്നത്. ഒരു കാര്യവും ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും കണ്ണ് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പറയേ വേണ്ട. എന്തെങ്കിലും കാര്യമായിട്ട് നോക്കുക, പണിയെടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തലവേദന, വെയിലുകൊണ്ട തലവേദന, അതൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാണ്. ആകെ നമ്മളെ ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യുകയാണ് പ്രശ്നങ്ങൾക്ക്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യണ പോലെ നമ്മൾ ആദ്യം മൈഗ്രെയിൻ ആണെന്ന് പറഞ്ഞു, മൈഗ്രെയിന് പറ്റുന്ന മെഡിസിൻസ് ഒക്കെ നമ്മൾ കുറെ കൊടുത്തു നോക്കി. പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല. ഞാൻ വെയിലത്ത് തലവേദന എന്നൊക്കെ പറയുമ്പോൾ ഗ്ലോണോയിൻ കൊടുത്തു, നാട്രം കാർബ് കൊടുത്തു, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നാട്രമ്യൂർ കൊടുക്കുന്നുണ്ട്. സ്പൈജീലിയ കൊടുത്തപ്പോൾ കുറച്ചൊരു വ്യത്യാസം വന്നു അവർക്ക്. അങ്ങനെ ലെഫ്റ്റ് സൈഡ് മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ നാട്രമ്യൂർ കൊടുത്തു, സ്പൈജീലിയ കൊടുത്തു. ചെറിയ റിസൾട്ട് കിട്ടുന്ന അല്ലാണ്ട് കാര്യമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ 2-3 ആഴ്ച ഞാൻ ഓൾട്ടർനേറ്റ് വീക്കെൻഡ് ആണല്ലോ പോയത്. അപ്പൊ ഞാൻ 2 ആഴ്ചത്തേക്കുള്ള മെഡിസിൻ ഒക്കെ കൊടുത്തിട്ട് വരും. എനിക്ക് കുറവുണ്ട്, ചെറിയ കുറവുണ്ട്, എന്നാലും വലിയ റിസൾട്ട് ഇല്ല എന്നുള്ളത്. പിന്നെ കുറച്ച് നാളുകൊണ്ട് വേണ്ടി വന്നു അവരുടെ ഹിസ്റ്ററി എന്താന്ന് നമുക്ക് അറിയാനായിട്ട്. അപ്പൊ അവര് ശരിക്കൊരു ഡൈവോഴ്സിയാണ്. ഡൈവോഴ്സി എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ അങ്ങനെ മാരേജ് എന്നും ഡൈവോഴ്സ് എന്നൊക്കെ പറയണത് അങ്ങനെയൊന്നും ഇതില്ല. ഭർത്താവിന്റെ കൂടെ അല്ല താമസം, അതാണ്. ഭർത്താവ് വേറെ സ്ത്രീയുടെ കൂടെയാണ് ഇപ്പൊ താമസിക്കുന്നത്. അവരുടെ കൂട്ടത്തില് ഭർത്താവില്ല. പിന്നെ അപ്പൊ അവർക്ക് ഭയങ്കര അത് തന്നെ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഭയങ്കര ഡിപ്രഷൻ ഉണ്ട് അവർക്ക്. പറഞ്ഞു വരുമ്പോ അറിയാം, പെട്ടെന്ന് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, ഡിപ്രഷൻ. അപ്പൊ ഇത് അറിഞ്ഞു വരാൻ നമ്മൾ കുറെ നാളെടുത്തു. ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ അടുത്ത് നിന്ന് അവരുടെ കേസ് ഹിസ്റ്ററി കിട്ടുക വലിയ പണിയാണ്. അവർക്ക് എന്ത് പറയേണ്ടത്, എന്താ പറഞ്ഞാലാണ് ഇതിന് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ ചോദിക്കണെന്നുള്ളതൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അവരുടെ പേഴ്സണൽ കാര്യം ഇത് അറിഞ്ഞു വരാൻ അവർ വളരെ അടുപ്പം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞു വരുന്നത്. അവര് ഹസ്ബൻഡ് വേറെ സ്ത്രീയുടെ കൂടെയാണ്. അതൊക്കെ അവിടുത്തെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഹസ്ബൻഡ് വേറെ സ്ത്രീയുടെ കൂടെ എന്നൊക്കെ ഉള്ളത് അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഇവരുടെ
സെക്ഷൽ ലൈഫ് വളരെ, ഇവർക്ക് കംപ്ലീറ്റ് ലോസ് ഓഫ് സെക്ഷൽ ലൈഫാണ്. സെക്ഷൽ ലൈഫ് ഇല്ല അവർക്ക്, പക്ഷെ അവർക്ക് ഭയങ്കര ഡിസയർ ഉണ്ട് താനും, സെക്ഷലി ഡിസയർ ഉണ്ട്. അപ്പൊ ആ ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ ഉണ്ട്. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് നമ്മൾ നോക്കിപ്പോ ലോസ്റ്റ് സെക്ഷൽ ലൈഫിനും ഡിപ്രസ്ഡ് സെക്ഷൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി വന്നപ്പോഴാണ് നമുക്ക് മെഡിസിൻ കിട്ടിയത്. ഓണസ്മോഡിയം കിട്ടി. ഓണസ്മോഡിയം കൊടുത്തു. കാലിഫോസ് ഞാൻ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. കാലിഫോസ് എപ്പോഴും ഇവരുടെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷനും ആകപ്പാടെയുള്ള ഇതെല്ലാം കൊണ്ട് കാലിഫോസിലാണ് കൊടുക്കുന്നത്. ഞാൻ ഈ മെഡിസിൻസ് കൊടുക്കുന്നതെല്ലാം കാലിഫോസ് 6S ഞാൻ മെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. കാലിഫോസിലാണ് ക്ലോണോയിൻ കൊടുത്തതും നാട്രമ്യൂർ കൊടുത്തതും ഒക്കെ കാലിഫോസിൽ തന്നെയായിരുന്നു. ഈ കാലിഫോസിൽ ഓണസ്മോഡിയം കൊടുത്തു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം കിട്ടി. അത് കുറച്ച് പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവര് കംപ്ലീറ്റ്ലി ക്യൂർഡായി. ഇപ്പൊ അവർക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളേ ഇല്ല. മെഡിസിൻസ് പിന്നെ എന്തെങ്കിലും വേറെ അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് തന്നെ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ച വലിയൊരു. പിന്നെ അതിന്റെ കൂട്ടത്തിൽ വേറെ വലിയൊരു തെറ്റിദ്ധാരണ വേറെ ഉണ്ടായി. അവര് പറഞ്ഞു ടൈറ്റ് ക്ലോത്തിങ് അവർക്ക് സഹിക്കാൻ പറ്റില്ല, ഡ്രസ്സൊന്നും ടൈറ്റായിട്ട് ഉള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എങ്ങോട്ടാ പോണത്? ലാക്ടസിസിലേക്ക് പോയി. അപ്പോഴും ചെറിയ റിസൾട്ട് കിട്ടുന്നുണ്ട്, കുറച്ച് കുറവുണ്ട്, ഇത് കിട്ടുന്നില്ല. അവസാനമാണ് നോക്കുമ്പോൾ ഈ ഓണസ്മോഡിയത്തിന് ഇതെല്ലാം വരുന്നുണ്ട്. ഓണസ്മോഡിയത്തിന് കനോട്ട് ബെയർ ടൈറ്റ് ക്ലോത്തിങ് ഉണ്ട്, ഈ ലോസ്റ്റ് സെക്ഷൽ ലൈഫ് ഉണ്ട്, പിന്നെ മൈഗ്രെയിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മെഡിസിനുകളിൽ ഒന്നാണ്. പക്ഷെ എന്തുകൊണ്ടോ മൈഗ്രെയിന് മാത്രം ചിന്തിച്ച് പോലും നമുക്ക് വേണമെങ്കിൽ ഓണസ്മോഡിയം കൊടുക്കാമായിരുന്നു, ഇതൊന്നും അറിയാണ്ട് തന്നെ. പക്ഷെ അതിലേക്ക് ഞാൻ എത്തിയിരുന്നില്ല. പക്ഷെ ഇത് വല്ലാണ്ട് തെറ്റിദ്ധരിപ്പിച്ച് മറ്റു പല ഇതിലും കിടന്ന് പോയിട്ടാണ് എനിക്ക് ഇതിലേക്ക് എത്തേണ്ടി വന്നത്. നമുക്ക് സിംറ്റംസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അവര് കൃത്യമായിട്ടുള്ള പറയില്ലല്ലോ. നമ്മൾ അവരിൽ നിന്ന് ഇങ്ങനെ ചുഴിഞ്ഞ് എടുക്കണം അവരുടെ സിംറ്റംസ് ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു കേസ്. ഈ ഓണസ്മോഡിയത്തിന്റെ തന്നെ വേറൊരു ഇതുപോലെ തന്നെ ഒരു മെയിൽ കേസും ഉണ്ടായിരുന്നു. മെയിൽ കേസ് വന്നത് ഇതുപോലെ എന്നെ തെറ്റിദ്ധരിപ്പിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ഈ ഓണസ്മോഡിയം ഞാൻ ക്ലിനിക്കിൽ അധികം ഉപയോഗിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓണസ്മോഡിയത്തിലേക്കുള്ള ഒരു ചിന്ത പോകണില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ തൃപ്പൂണിത്തുറ ക്ലിനിക്കിൽ ഞാൻ അധികം ഓണസ്മോഡിയം അധികം ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ കുറച്ച് ശീലിച്ച കുറെ മരുന്നുകളിൽ നമ്മളിങ്ങനെ ഇതാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഓണസ്മോഡിയം അധികം ഉപയോഗിക്കാറില്ലായിരുന്നു. അതാണ് പറ്റിയത്. ഒരു മെയിൽ കേസ് ഇതുപോലെ ഉണ്ടായിരുന്നു. അതിന്റെ ഇതെന്ന് വെച്ചാല്, അത് പേഷ്യന്റ് അല്ല എൻ്റെ അടുത്തേക്ക് ശരിക്കും വന്നത്. മറ്റുള്ളവർ എൻ്റെ അടുത്ത് കംപ്ലൈന്റ് പറയുക ചെയ്തത്. അയാളെ കൊണ്ടൊരു നിവൃത്തിയില്ല. അയാള് ഭയങ്കര എന്താ പറയാ, അശ്ലീലം കാണിക്കുന്നു. അതാണ് അശ്ലീലം എന്നല്ല അവർ പറയണത്, ഭയങ്കര എക്സിബിഷനിസം ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് എക്സിബിഷനിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാടി നമ്മൾ കൊടുക്കാൻ പോണ മെഡിസിൻ ഏതാ? ഹയസാമസ് എന്താണെങ്കിലും ഹയസാമസ്. അപ്പൊ പേഷ്യന്റിന്റെ അടുത്തേക്ക് വന്നു കിട്ടണ്ടേ? അയാൾ പേഷ്യന്റ് ആയിട്ട് വന്നില്ല. പൊതുവെ ഈ എന്റെ ഇതിൽ മുഴുവനും കൂടുതൽ സ്ത്രീകളാണ് കേട്ടോ പേഷ്യൻസ് വരുന്നത്. ഈ ഊരുകളിൽ ചെല്ലുമ്പോൾ പൊതുവെ ആണുങ്ങൾക്ക് മടിയാണ്. ഒന്നാമത് വെള്ളടി നമ്മൾ വഴക്ക് പറയല്ല, വെള്ളടിക്കരുതെന്ന് പറയും. വെള്ളടിച്ചിട്ട് അടുത്തേക്ക് വരുമ്പോ നമ്മള് കൈയോടെ പിടികൂടുന്നറിയാം. അതൊക്കെ കൊണ്ട് ആണുങ്ങൾ വളരെ കുറവാണ് പേഷ്യൻസ് വരുന്നത്. എന്നാൽ എല്ലാ വീടുകളിലെ സ്ത്രീകൾ വരുമെങ്കിലും ആണുങ്ങൾ വളരെ കുറവാണ്. അപ്പൊ സ്ത്രീകള് പറയും, ആണുങ്ങളെ കുറിച്ചുള്ള കംപ്ലൈന്റ് പറയും. അല്ലെങ്കിൽ എന്നിട്ട് അവർക്കുള്ള മെഡിസിൻ സ്ത്രീകൾ മേടിച്ചുകൊണ്ട് പോകും, ഭാര്യമാര് മേടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ അമ്മ മേടിച്ചുകൊണ്ട് പോകും, പെങ്ങൾ മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് കൂടുതലും. അവര് വരാൻ വലിയ മടിയാണ്. എന്താണെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാം വെള്ളമാകും. അപ്പൊ തന്നെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളത് കൊണ്ട്. അപ്പൊ ഇത് തന്നെ ഈ പിന്നെ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാള് പറഞ്ഞു വന്നപ്പോ 3 കല്യാണം കഴിച്ചു. 3 കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളാണ്. ഒരേ സമയത്തല്ല. ഒരു കല്യാണം കഴിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോ ആ പെണ്ണ് ഇട്ടിട്ട് പോയി. അത് കഴിഞ്ഞ് വേറൊരു കല്യാണം കഴിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോ അവരും ഇട്ടിട്ട് പോയി. മൂന്നാമതൊരു കല്യാണം കഴിച്ചു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അവരും ഇട്ടിട്ട് പോയി. അപ്പൊ ഇവരൊക്കെ ഒരേ ഇതിൽ തന്നെ ഉള്ളവരാണ്, ബന്ധുക്കളും ഒക്കെ തന്നെയാണ്. ഈ ഓരോ പ്രാവശ്യം കെട്ടിയവരും ഒക്കെ കണ്ടാലൊന്നും വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ്. അത്യാവശ്യം പണിക്കൊക്കെ പോണ ആളാണ്. അപ്പൊ ഈ സ്ത്രീകൾ പറഞ്ഞത് അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. അതായത് സെക്ഷലി അയാള് വീക്കാണ്, പക്ഷെ ഇയാൾക്ക് ഭയങ്കര ഡിസയർ ഉണ്ട്, ഭയങ്കരമായിട്ട് ഇതുപോലെ. എന്നിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ ഇട്ടിട്ട് പോയി കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവിടെ ഇവിടെ ഈ എക്സിബിഷനിസമാണ്.
ഇതിലും നമ്മളെ ഇത് കുഴക്കിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഹയർ സയൻസിലേക്കാണ് പോയത്. പിന്നെ അവസാനം എത്തി അത് ഓണസ്മോഡിയം തന്നെയായിരുന്നു. ഓണസ്മോഡിയം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ്ലി ക്യൂവേർഡായി. അയാള് പ്രശ്നം ഇല്ലാണ്ടായി. ഇപ്പൊ അയാൾ കല്യാണം കഴിച്ച് മര്യാദ ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അയാളുടെ ആ സെക്ഷൽ ന്യൂറാസീനിയ എന്നുള്ളത് മാറിയിട്ടുണ്ട്. പ്രശ്നക്കാരനല്ല. അയാളെ കുറിച്ച് കംപ്ലൈൻസ് ഇല്ല. അവിടെ മറ്റുള്ളവരാണ് പറയണത് കംപ്ലൈൻസ് ഇല്ല. ഒരു കൈ കാണുന്ന എന്തെന്നാ അവിടെ പ്രശ്നം? എന്തെന്നാ ഒരു കൈയിന്റെ എംബ്ലം കാണുന്നത്? എന്തെങ്കിലും ഇതാണോ? കൈ കൊട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ഇതാക്കണതാണോ എന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ അതും ഈ ഓണസ്മോഡിയത്തിന്റെ ഒരു വിജയമായിരുന്നു അവിടെ. പക്ഷെ ഞാൻ അതിലേക്ക് എത്താനായിട്ട് മറ്റു മരുന്നുകളിൽ കൂടിയൊക്കെ കയറി കറങ്ങുന്നത് എന്റെ പരാജയമായിരിക്കും. എനിക്ക് അതിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ കൃത്യമായിട്ടുള്ള സിംറ്റം കിട്ടാത്തത് കൊണ്ടും, നമ്മൾക്ക് കൃത്യമായിട്ടുള്ള സിംറ്റം കൂടി കിട്ടണമല്ലോ. അതുകൊണ്ട് ഇപ്പൊ അവള് മര്യാദയ്ക്ക് അവിടെ കല്യാണമൊക്കെ കഴിച്ച് എത്ര നാളത്തേക്ക് ഉണ്ടെന്നറിയില്ല, എന്നാലും ഇപ്പൊ കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഈ എന്താ പറയാ സദാചാര ഇതൊന്നും നമ്മളുടെ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു ഒരു ഭാര്യയെ പാടുള്ളൂ, ഒരു ഭർത്താവെ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളൊന്നും അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു തെറ്റൊന്നും അല്ല അവരുടെ ഇടയിൽ. ഒരേ സമയത്ത് 4 പേരൊക്കെ ഉണ്ടായിരുന്ന 4 ഭാര്യമാരൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. വളരെ സ്വാഭാവികമായിട്ട് കേട്ടോ. അതിലൊന്നും ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. ഒരേ സമയത്ത് 4 ഭാര്യമാരായത്. ഞാൻ ചെല്ലുമ്പോ ഒരു ഊരിലൊരാള്, ഒരു മൂപ്പൻ ഉണ്ടായിരുന്നു. ആ മൂപ്പന് 4 ഭാര്യമാരാ. അതിൽ 3 പേര് ചേച്ചി അനിയത്തിമാരാ, ഒരാള് വേറെ ആള്. ഇവർക്കൊന്നും തമ്മിൽ, അവരെല്ലാവരും തമ്മിൽ വളരെ നല്ല ഒരുമയിൽ ജീവിക്കുകയാണ്. ആര് തമ്മിൽ വഴക്കില്ല, പ്രശ്നങ്ങളില്ല, ഒന്നുമില്ല. അങ്ങനെ അതാ അവരുടെ ഒരു സ്വാഭാവികമായ രീതിയായിട്ട് അത് അവർ അംഗീകരിച്ചു വെക്കണോണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കല്യാണം ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും കല്യാണം കഴിച്ച് ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് അധികം നാള് ഒരുമിച്ച് പോണവര് കുറവാണ്. ഇപ്പൊ ചെല്ലുമ്പോ ഞാൻ ചെന്ന് തുടങ്ങിയപ്പോ ഉള്ള ഭാര്യയും ഭർത്താവും ആവില്ല. ഇപ്പൊ ചിലപ്പോ ആ ഭർത്താവിന്റെ കൂടെയുള്ള ഭാര്യ വേറെ വേറെ ആദ്യം ചെല്ലുന്നപ്പോ പരിചയപ്പെട്ട വേറെ ഒരു ഭർത്താവിന്റെ ഭാര്യയായിട്ട് പരിചയപ്പെട്ടവരായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ നമുക്കും ഇപ്പൊ അത് കണ്ട് ഇപ്പൊ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ്. പിന്നെ ഞാൻ വേറൊരു കേസ് പറയാം. ഇത് രണ്ടും ഞാൻ ആ ഓണസ്മോഡിയത്തിന്റെ കേസ് ഒന്ന് ഞാൻ നോട്ട് ചെയ്തിരുന്നതാണ്. വേറൊരു ഒരു സിവിയർ ഫ്രോണ്ടൽ സൈനസൈറ്റിസ് ആയിട്ട് ഒരു ലേഡി വന്നിരുന്നു. ഫ്രോണ്ടൽ സൈനസൈറ്റിസ് ഇത് വരുന്നതൊക്കെ ഇങ്ങനത്തെ, ഞാനിതിപ്പോ ഇത് കുറെ ഡയഗ്നോസിസ് എന്നല്ല, കുറച്ച് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇങ്ങനെ ഇതായി വന്ന കേസുകൾ ഞാൻ പറയണത് കേട്ടോ. അതും ഇതുപോലെ തലവേദന, എപ്പോഴും മൂക്കടഞ്ഞിരിക്കുകയാണ്, തലവേദനയാണ്. എന്തൊക്കെ ചെയ്തിട്ടും അവർ കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ആദ്യം അവരുടെ നാട്ടുവൈദ്യങ്ങളും ഒക്കെ അവരുടെ ഇടയിലുള്ള ഈ പണിയർ, ഇത് ഞാൻ കൂടുതൽ പോണത് പണിയരാണ്. ഞാൻ ഈ പറയണതെല്ലാം പണിയരെ കുറിച്ചാണ്. പണിയരുടെ ഇടയിൽ പ്രത്യേകിച്ച് ചികിത്സ ഇതൊന്നുമില്ല. കുറിച്യരാണ്. പിന്നെ കുറിച്യർക്കാണ് കുറച്ച് അവരുടേതായ ട്രീറ്റ്മെന്റ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇവര് അവിടെയുള്ള കുറിച്യരുടെ അടുത്ത് അവിടെയുള്ള വൈദ്യന്മാരായിട്ടുള്ള അവരുടെ അടുത്ത് പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മാനന്തവാടി ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവർ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കോഴിക്കോടേക്ക് വിട്ടിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ ENT സെക്ഷനിൽ കണ്ടിട്ട് അവർ CT സ്കാനിങ് വരെ എടുത്തിട്ടുണ്ട്. CT എടുത്തു. അപ്പോൾ CTയുടെ റിസൾട്ട് പറഞ്ഞിരുന്നത് മ്യൂക്കോസൽ തിക്കനിങ് ഉണ്ട് ലെഫ്റ്റ് മാക്സിലർ ആൻഡ് എത്മോയിഡൽ സൈനസിൽ പറഞ്ഞിരുന്നു. സെപ്റ്റൽ ഡീവിയേഷൻ പറഞ്ഞിരുന്നു റൈറ്റ് സൈഡിലേക്ക്. പിന്നെ 2 ഇൻഫീരിയർ ടർബിനേറ്റ്സും ഹൈപ്പർട്രോഫീഡ് ആണ്. പറഞ്ഞു ഇത് സർജറി അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്ന് അവർ പറഞ്ഞു വിട്ടു. സർജറി ചെയ്യാൻ ഇവർക്ക് പേടി. കൂട്ടത്തിൽ നിൽക്കാൻ ആള് എന്നത് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതാണ്ട് നമ്മൾ ഒരുപാട് ദൂരെയുള്ള സ്ഥലമാണല്ലോ. അപ്പൊ അവർക്ക് അവിടെ പോയി നിൽക്കാനും ഈ സർജറി എന്നൊക്കെ കേട്ടപ്പോൾ പേടിച്ചിട്ട് അവര് പോന്നു. അതാണ് അങ്ങനെയാണ്, സഹിക്കാൻ വയ്യാത്ത ഇതാണ്. അപ്പോ ഞാൻ ആദ്യം കൊടുത്തിരുന്നത്, പിന്നെ അവര് പറഞ്ഞിരുന്ന വേറെ 1-2 കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ സാധാരണ കൊടുക്കണ സൈനസൈറ്റിസിന് കൊടുക്കുന്ന മരുന്നുകളെല്ലാം കൊടുത്തു. സാങ്കനേറിയ ഇതുപോലെയുള്ള നമ്മുടെ മെഡിസിൻസ് ഒക്കെ എല്ലാം കൊടുത്തു.
കൊടുത്തിട്ടൊന്നും വലിയ റിസൾട്ട് കിട്ടുന്നില്ല. കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ റിസൾട്ട് ഇത് വരും. വലിയ തുജ കൊടുത്തു. പിന്നെ അവരുടെ ഒരു വേറെ ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടില് തറയിലാണ് കിടക്കുന്നത്. തണുപ്പ് അവർക്ക് തണുപ്പൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നിലത്തുനിന്ന് നിൽക്കുമ്പോൾ വീട്ടിലല്ലെങ്കിലും മെഴുകിയ തറയൊക്കെ ആയിരുന്നു അന്ന്. ഇപ്പൊ എല്ലാം സിമെന്റ് ഒക്കെ ഇട്ടതൊക്കെ ആയിട്ടുണ്ട്. മെഴുകിയ തറയൊക്കെ ആയിരുന്നു. അപ്പൊ കിടന്നാൽ കൂടും, പിന്നെ കുളിച്ചാൽ കൂടും പ്രശ്നം, ഇലക്കറികളൊക്കെ കൂട്ടിയാൽ കൂടും. പിന്നെ അതിനിടയ്ക്കാണ് അവര് ഒരു കാര്യം പറഞ്ഞത്. കുറെ പ്രാവശ്യത്തിന് ശേഷം കേട്ടോ, പെട്ടെന്നൊന്നും ശരിയായില്ല. ഞാൻ കുറെ വിസിറ്റുകളുടെ ശേഷമാണ് അതിന്റെ റിസൾട്ട്, നല്ല റിസൾട്ട് കിട്ടിയത്. നല്ല റിസൾട്ട് കിട്ടിയ കേസുകൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഫെയിലിയർ ആയ കേസുകളല്ല ഞാൻ പറഞ്ഞേക്കണൊക്കെ, നല്ല റിസൾട്ട് കിട്ടിയ കേസുകൾ മാത്രമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പ്രാവശ്യം ചെന്നപ്പോഴാണ് അവർ പറയണത്, അവർക്ക് ഈ വെള്ളത്തിന്റെ അടുത്ത് വളരുന്ന ഒരു ചീര ഉണ്ടല്ലോ, കൊഴുപ്പച്ചീര എന്നൊക്കെ പറഞ്ഞത് നമ്മള്, അവര് വേറെന്തോ പേരായിരുന്നു പറയണത്. ആ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ തലയിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ അവരോട് എന്തെങ്കിലും ചോദിക്കാൻ, ഈ ഹൈഡ്രോജിനോയിഡ് എന്നുള്ളൊരു ഇപ്പൊ തണുപ്പത്ത് കിടക്കുമ്പോൾ കൂടുതലുണ്ട്, ഈ വെള്ളത്തിന്റെ അടുത്ത് വെക്കുന്ന ചെടി ഇത് കഴിച്ചാൽ പോലും കൂടുതലുണ്ട്. ഇതൊക്കെ കേട്ടപ്പോ ഇത് എന്തൊക്കെയോന്ന് നമ്മുടെ തലയിൽ മിന്നി തുടങ്ങി. ചോദിച്ചു വന്നപ്പോ ഇവര് കാര്യമായിട്ട് ഒന്ന് വീണിട്ട് ഒരു ഹെഡ് ഇഞ്ചുറിയുടെ ഒരു ഹിസ്റ്ററി ഇവരുടെ കിടക്കുന്നുണ്ട്, ഒരു പഴയ ഹിസ്റ്ററി കിടക്കുന്നുണ്ട്, ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അപ്പോ വീണ്ടും നമുക്ക് കുറച്ചും കൂടി നമ്മൾ അരിച്ച് മെഡിസിനിലേക്ക് എത്തി തുടങ്ങി. അങ്ങനെയാണ് എത്തി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നാട്രൻ സെൽഫിലേക്ക് എത്തി. അപ്പൊ പിന്നെ ഞാൻ നാട്രൻ സെൽഫ് 6X എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നാട്രൻ സെൽഫ് 6X ആണ്. ഇവിടെ ക്ലിനിക്കിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ നാട്രൻ സെൽഫ് വാങ്ങിയപ്പോൾ വണ്ണമൊക്കെ ആയിരിക്കും കൊടുക്കണം, ഇങ്ങനെ ഇതെന്നൊക്കെ പറഞ്ഞു. ഇതാണെങ്കിൽ 6X ആയിരുന്നു. അപ്പൊ 6Xലാണ് ഞാൻ ഇത് മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ 6Xല് ഇപ്പൊ ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത്, വെയിലത്ത് പോയി കഴിഞ്ഞാൽ തലവേദന, ഇതൊക്കെ പറഞ്ഞിട്ടും കൂടി ഉള്ളത് കൊണ്ട്, അടുപ്പ് കത്തിച്ചാൽ അടുപ്പിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ തലവേദന, ഇതെല്ലാം പറഞ്ഞിട്ടും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ നാട്രൻ സെൽഫില് ഈ സെയിം സാധനങ്ങളൊക്കെ തന്നെ മെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ബ്ലോണോയിൻ, നാട്രൻ ഗാർബ്, സ്പൈജീലിയ ഒക്കെ കൊടുത്തു. പിന്നെ ഒരു ടുക്രിയം കൊടുത്തിരുന്നു. ടുക്രിയം 3X എവരിഡേ കൊടുത്തിരുന്നു, റിപ്പീറ്റ് ചെയ്തിരുന്നു. തുജ വണ്ണം കൊടുത്തു. ടുക്രിയം എന്ന് വെച്ചാൽ പിന്നെ അവരുടെ ഈ സെപ്റ്റത്തിന് പെർഫറേഷനും കൂടി ഉണ്ടായിരുന്നു. സെപ്റ്റൽ പെർഫറേഷൻ ഉണ്ട്, നേസൽ സെപ്റ്റൽ പെർഫറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സൈലീഷ്യ ഒരു വീക്ക്ലി വൺസ് ഒരു 4 ഡോസ് കൊടുത്തു. പിന്നെ ഇവർക്ക് ഒരു അറ്റകൈ പ്രയോഗം നടത്തി. സ്പൈജീലിയ 30 ഞാൻ നേസൽ ഡ്രോപ്പ് ആയിട്ട്, അത് നമ്മുടെ ഈ ഇവിടുത്തെ പാലാരിവട്ടത്തുണ്ടായിരുന്ന അശോകൻ ഡോക്ടർ ഇല്ലേ, അശോകൻ ഡോക്ടർ മരിച്ചുപോയ അശോകൻ ഡോക്ടറുടെ അടുത്ത് ഞാൻ തുടക്കകാലത്ത് സാറിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു ടിപ്പാണത്. ഈ ഇങ്ങനത്തെ ഇതുപോലത്തെ ഇതിനൊക്കെ നമ്മൾ ഇന്റേണൽ കഴിക്കുന്ന മെഡിസിൻ തന്നെ ഒന്ന് നേസൽ ഡ്രോപ്പ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത്. സ്പൈജീലിയ 30 നേസൽ ഡ്രോപ്പ് ആയിട്ട് ജസ്റ്റ് കോൺസെൻട്രേറ്റഡ് ഇത് തന്നെ ഡൈല്യൂട്ട് ചെയ്യാണ്ട് ഞാൻ ചോദിച്ചു. ഇതെന്താ കാന്താരി മുളകാണോ എന്നൊക്കെ പറഞ്ഞൊക്കെ ബഹളമായി. പക്ഷെ അത് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവരുടെ വേദനയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവര് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം ഉണ്ടല്ലോ അവിടെ, ആഴ്ചയിൽ ശനി ഞായറും ഉള്ളപ്പോൾ ഞാൻ മറ്റേ കോളനിയിലേക്ക്, മറ്റേ ഉന്നതിയിൽ ഞാൻ പോയേക്കണപ്പോ ഇവര് പറഞ്ഞു. പക്ഷെ അത് അപ്പൊ ഭയങ്കര വേദനയാണെങ്കിലും എരിച്ചിലായിരുന്നാലും നല്ല സുഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ കുറച്ച് മെഡിസിൻ കൊടുത്തു പോന്നു ഇതോട്, അല്ലാതെ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അതൊരു 4 പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവര് പറയണത് അതിന്റെ റിസൾട്ട് ആണെന്നാണ് അവരെ അവകാശപ്പെടുന്നത്. പക്ഷെ നമ്മൾ നാട്രൻ സെൽഫിൽ ഇതൊക്കെ മെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തതുകൊണ്ടും കൂടി ആയിരിക്കും. അതോടുകൂടി ഇവര് പറയണത് ഇപ്പൊ എനിക്ക് ആ കുഴപ്പമില്ല എന്നാ പറയണത്. ഇപ്പൊ തലവേദന എന്ന് പറയുന്ന ഈ സൈനസൈറ്റിസിന്റെ പ്രശ്നമില്ല, പക്ഷെ മറ്റത് എല്ലാം ടോട്ടലി അവർക്ക് ഇപ്പൊ സുഖമുണ്ട്. സൈലീഷ്യ കൊടുത്തു, ടുക്രിയം കൊടുത്തു, ഇതെല്ലാം ഇതിന് വരുന്ന സാധനങ്ങൾ തന്നെയാണല്ലോ. ഈ പെർഫറേറ്റഡ് സെപ്റ്റയ്ക്ക് റിസൾട്ട് കിട്ടി കാണണം ഈ സൈലീഷ്യ കൊടുത്തപ്പോ. സൈലീഷ്യ ഞാൻ വണ്ണം റിപ്പീറ്റ് ചെയ്തിരുന്നു. ആദ്യം ഒരു വീക്കിലി കൊടുത്തു, പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇപ്പൊ വൺസ് ഇൻ എ വൈൽ, മന്ത്ലി വൺസ് ഒരു ഡോസ് കൊടുത്തിരുന്നു. ഇപ്പൊ വൺസ് ഇൻ എ വൈൽ വളരെ അപൂർവമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും
പേഷ്യന്റിന് വളരെ സുഖമായി. ഇപ്പൊ അങ്ങനത്തെ കംപ്ലൈന്റ് ഇല്ല. ഇപ്പൊ അവര് അവകാശപ്പെടുന്നത് പൂർണ്ണമായിട്ടും മാറി എന്നാണ്. പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടെന്ന് തോന്നണില്ല, എന്നാലും അവർക്ക് കംപ്ലൈന്റ്സ് ഒന്നും ഇപ്പൊ ഇല്ല. അതാണ്. ഇനി ഞാൻ പറയാൻ പോണ ഒരു കേസ് എന്നെ ഒരുപാട് കറക്കിയ ഒരു ബുദ്ധിമുട്ടിച്ച ഒരു കേസാണ്. ഞാൻ സാധാരണ പോവാറുള്ള ഒരു ഊരില്, സാധാരണ ഒരു ഊരില് എല്ലാം കഴിഞ്ഞ് പോരാറാവുമ്പോ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, അവിടെയുള്ള ഒരു ലീല എന്ന് പറഞ്ഞ ഒരു സ്ത്രീ പറഞ്ഞു, സാറ് അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ നാത്തൂനുണ്ട് മോളില്, നാത്തൂനെ ഒന്ന് വന്ന് കാണാൻ പറ്റുമോ, ഒന്ന് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ നാത്തൂൻ എന്താ ഇങ്ങോട്ട് വരാൻ വയ്യെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അല്ല കാലില് നീരൊക്കെ ഉണ്ട്, പിന്നെ ഇങ്ങോട്ട് വരൂല്ല, BP കൂടുതലാണ്, അടുത്ത പ്രാവശ്യം വരുമ്പോ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ എന്താ അടുത്ത പ്രാവശ്യം ആവണ്ട, ഇപ്രാവശ്യം തന്നെ കാണാം എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര തെന്നി തെറിച്ച് കിടക്കണ ഇതാണ്, അതിന്റെ മുകളിൽ കയറി പോണം. അപ്പൊ ഇത്തിരി നല്ല ബുദ്ധിമുട്ടുണ്ട് പോവാൻ. സാരമില്ല, നമ്മള് ബുദ്ധിമുട്ടാൻ തയ്യാറായിട്ടാണല്ലോ ചെന്നേക്കണത്, പോവാം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ ഇവര് പറഞ്ഞു, സാർ അങ്ങോട്ട് പോണത് പ്രശ്നമാണ്, അവര് ആക്രമിക്കും, അവര് മാനസിക നില തെറ്റിയ സ്ത്രീയാണ്, അവര് തയ്യാറല്ല, മെഡിസിൻ കഴിക്കാനൊന്നും തയ്യാറാവില്ല, ആരും കാണാനും തയ്യാറാവില്ല. എന്നാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പോയി. ഞാനിങ്ങനെ പോവാ. അപ്പൊ ഈ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ മുമ്പേ ഓടിച്ചെന്നു, അവരൊക്കെ ഒച്ചയും ബഹളമൊക്കെ ആയിട്ടാണ് ഓടിച്ചെല്ലണത് തന്നെ. ഞാൻ ചെല്ലണതിന് മുമ്പ് ഇങ്ങനെ ചെന്നു. അപ്പൊ ഇവരെ ഒന്നാമത് ഇറിറ്റേറ്റ് ചെയ്യാൻ പാകത്തിന് ഒച്ചയൊക്കെ വെച്ചിട്ടാണ് കുട്ടികളൊക്കെ ഓടിച്ചെല്ലണത് തന്നെ. ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തന്നെ ഇവർക്ക് ഞാൻ അതിന്റെ മുറ്റത്ത് എത്തുമ്പോഴത്തേക്ക് ഇവരൊരു വടിയൊക്കെ പിടിച്ച് നിൽക്കുക, നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കുകയില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞു, സാർ അങ്ങോട്ട് ചെല്ലണ്ട, പോകണ്ട, അവര് ആക്രമിക്കും, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഒന്ന് മാറും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവര് ഒന്നാമത് ഈ ഭയങ്കര ഒച്ച മക്കൾ ഉണ്ടാക്കണോണ്ടാണ് കൂടുതൽ അവര് ഇറിറ്റേറ്റഡ് ആവണത്. അപ്പൊ ഇവരുടെ പേര് ചീര. ഇവിടുത്തെ പേരുകളൊക്കെ അങ്ങനെയാണ്, നമുക്ക് അറിയാലോ. ഇപ്പോഴത്തെ അല്ല, പഴയ പേരുകളൊക്കെ ഈ അവരുടെ പണിയരെ അടിമകളാക്കിയായിരുന്നു വച്ചിരുന്നിരുന്നാണ്. ഈ അവിടെയുള്ള നമ്പ്യാന്മാരും നായന്മാരും ഒക്കെ ആയിട്ടുള്ളവരുടെ അടിമകളായിട്ട് ഈ ഉത്സവക്കാലത്ത്, ആ വള്ളിയൂർക്കാവിലെ ഉത്സവത്തിനാണ് ഒരു വർഷത്തേക്കുള്ള ഇവരെ ലേലം വിളിച്ചെടുക്കുക ചെയ്യുക, ഒരു ഫാമിലിയെ. പിന്നെ അവര് ആ ഒരു വർഷം ഇവരുടെ വീട്ടിൽ പണിയെടുക്കാനായിട്ട് ആ കുടുംബം നിൽക്കണം, അങ്ങനെയാണ്. അപ്പൊ ഈ കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പേരിടാനൊക്കെയുള്ള അവകാശമൊക്കെ അവരുടെ ഈ മുതലാളിമാർക്കാണ്. അപ്പൊ നമുക്കറിയാലോ, പണ്ടുള്ള കാര്യം അറിയാലോ, താൻ കേട്ടാൽ തനിക്ക് തന്നെ അറപ്പുണ്ടാവണ പേര് വേണം ഇടാൻ എന്നൊക്കെയാണല്ലോ. അപ്പൊ പാറ്റ, കൈമ, വെള്ളി, ചീര, അങ്ങനത്തെ പേരുകളൊക്കെയാണ് പണ്ട് ഇടുന്നത്. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ മുമ്പിൽ കാണുന്നത്, ആ പേരായിരിക്കും ഇടുന്നത്. പരിഹാസ്യമായിട്ടുള്ള പേര് കൂടിയായിരിക്കണം. അപ്പൊ ഈ ചീര എല്ലാ ഊരിലും ചീരകളുണ്ട്. ചീരകളുണ്ട് മീൻസ് ചീരമാരുണ്ട്. പിന്നെ ഈ കൈമ എന്നൊക്കെ പറഞ്ഞാൽ നെല്ലിന്റെ പേരാത്ര. വെള്ളിന്നുണ്ട്, വെള്ളി എന്ന് പറഞ്ഞാൽ സിൽവർ എന്നുള്ള വെള്ളി, നല്ല വെള്ളിയല്ല, അതും ഒരു നെല്ലിന്റെ പേരുണ്ടായിരുന്നു. പിന്നെ പാറ്റ എന്ന് പറഞ്ഞാൽ ആണ് പാറ്റയും പെണ്ണു പാറ്റയും ഉണ്ട്, അതാണ് പാറ്റ എന്നുള്ള ആണിനും പെണ്ണിനും ഉള്ള പേരായിരുന്നു. അങ്ങനെ ചണ്ടി, ഇങ്ങനെയൊക്കെ എന്റെ പേഷ്യൻസ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നവരുടെ പേരാ ഞാൻ ഈ പറയുന്നത്. ഈ ചീര ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള പേരുകളാണ്. മിക്കവാറും എല്ലാ ഊരിലും ഉള്ള പ്രായമുള്ള ചീര ഉണ്ടാവും, ഒരു ചീരയെങ്കിലും ഉണ്ടാവും അവിടെ. അപ്പൊ ഇവരുടെ പേര് ചീര എന്നാണ്. അപ്പൊ എന്താ ഇവരൊക്കെ മാറുമ്പോ അവരൊക്കെ പറഞ്ഞു, സാറ് അടുത്തരുത്, ഇവർ ഉപദ്രവിക്കും, വടിയുണ്ടെന്നൊക്കെ. ഞാൻ കുറച്ച് ദൂരെ മാറി നിന്ന്, അവർ അടിക്കൂലാത്തൊരു ദൂരെ നിന്ന്, എന്താ ചീരമ്മേ, എന്താ പ്രശ്നം, എന്താ ഇവരൊക്കെ പറയണേ, എനിക്കറിയാലോ ചീരമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ വന്നപ്പോ ഇവർ ഉപദ്രവിച്ചൊന്നുമില്ല. എന്നാലും ആദ്യത്തെ പ്രാവശ്യം എനിക്ക് അവരെ പരിശോധിക്കാനോ മരുന്ന് കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇവര് പറഞ്ഞതനുസരിച്ചിട്ട് കുറച്ച് മരുന്ന് അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ വെറുതെയാണ്, കഴിക്കൂല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇറങ്ങി പോന്നു, പരാജയപ്പെട്ട് ഇറങ്ങി പോന്നു. അടുത്തതിന്റെ പിന്നത്തെ ആഴ്ചയാണല്ലോ ഞാൻ പിന്നെ ചെല്ലണം. പിന്നെ ചെന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി ആദ്യം തന്നെ അവിടെ ഞാൻ ചെന്നു, ഈ ഒച്ചം ബഹളൊന്നും ആരും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഞാൻ പുറത്തു നിന്ന് വിളിച്ചു. അപ്പൊ ഇവര് പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല, അകത്ത് നിൽക്കുക. ഞാൻ വിളിച്ചു ഇവരെ, ചീരമ്മേ വരൂ, പുറത്തേക്ക് വരൂ. ഞാനല്ലേ ഇവരുടെ, ഇവര് വെറുതെ ഇവരെ പറയണ, എനിക്കറിയാം ചീരമ്മ അങ്ങനെയൊന്നും അല്ല, ഇവര് വെറുതെ പറയണത് അങ്ങനെയൊന്നും അല്ലാന്ന് അറിയാൻ. ചീരമ്മ മരുന്ന് കഴിക്കില്ല എന്നാ ഇവര് പറയണത്, എന്നെ ചീത്ത വിളിക്കുന്ന പറയണത്, അതൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം, ഇവർക്കല്ലേ പ്രശ്നം അല്ല എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ അവര് പതുക്കെ വാതുക്കൽ വരെ വന്നു നിന്നു.
എന്റെ കയ്യിൽ ഞാൻ അവരുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് അന്നത്തെ. കാണാൻ പറ്റുമോ എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഞാൻ ഈ ഇതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലാത്തത് കൊണ്ട് നോക്കട്ടെ, കാണാൻ പറ്റുമോ എന്നറിയില്ല. അവര് കാണാൻ പറ്റുമോ? തെളിച്ചമില്ല, ക്ലിയർ അല്ല. ക്ലിയർ അല്ല അല്ലെ? അവരിങ്ങനെ വാതുക്കെ വന്നിങ്ങനെ തല നേരെ നോക്കുകയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വന്ന് നിന്നു. ഒരു ഇരുട്ട കൃത്യമായിട്ട് കാണാൻ പറ്റില്ല അല്ലെ? കൃത്യമായിട്ട് കാണാൻ പറ്റില്ല അല്ലെ? ഇങ്ങനെ ഈ ഇപ്പം കൈയൊക്കെ കാണാം, അവരിങ്ങനെ കഴുത്ത് വരെ. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ മുണ്ടൊക്കെ ശരിക്കും ഡ്രസ്സൊന്നും അല്ല, ഈ അവരുടെ പരമ്പരാഗത രീതിയിൽ ഇങ്ങനെ മുണ്ടൊക്കെ കെട്ടി ബ്ലൗസ് ഒന്നും ഇടാണ്ട് ഇങ്ങനെ മുഖമൊക്കെ നല്ല നീര് വെച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നല്ല നീരുണ്ട് മുഖത്തിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ നോക്കുമ്പോ കൈയും കാലിനും ഒക്കെ നീരുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ പ്രായം നമുക്ക് ഒട്ടും തലയൊന്നും നരച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രായമൊന്നും അത്രയ്ക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ അതനുസരിച്ചിട്ട് അന്ന് അവർക്ക് ആരോ പറഞ്ഞു എന്നോട്. അപ്പൊ കുറെ നിർബന്ധിച്ചപ്പോ അവര് വന്നു, BP നോക്കാൻ തയ്യാറായി. അപ്പൊ ഹൈ BP ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ മെഡിസിൻ എന്തോ കൊടുത്തു അവർക്ക്. എന്തോ അന്നത്തെ മെഡിസിൻ, അതിന്റെ പ്രിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കണില്ല. ഞാൻ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇതിലെനിക്ക് മെഡിസിൻ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്റെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ മെഡിസിൻ കൊടുത്തിരുന്നു. അതിനിടയ്ക്ക് വലിയൊരു സിംറ്റം ഉണ്ട്. ഒരു കുട്ടികൾ പറയുന്ന കൂട്ടത്തിൽ കുട്ടികൾ പറഞ്ഞു ഇങ്ങനെ വളരെ വൃത്തികെട്ട ഒരു കാര്യം പറഞ്ഞു. അവര് ഉപദ്രവിക്കും അത് ഇതാന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു കൊച്ചു പറഞ്ഞു അവര് തീട്ടം തിന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. വെറുതെ ഇവര് പറയണതാവും എന്നൊരു തോന്നലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അപ്പോഴും ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞു, ചിരമ വരൂ, ഇവരൊക്കെ പറയണ കേട്ടോ. എനിക്കറിയാം ചിരമ അങ്ങനെയൊന്നും അല്ല എന്ന്. എന്താ പ്രശ്നം എന്ന് പറയും, എന്നോട് പറയും. ഞാൻ ഒന്നുമല്ല, അവരൊക്കെ വെറുതെ പറയണ മരുന്ന് തന്നാ കഴിക്കില്ല എന്ന് പറഞ്ഞു, ചിരമ എന്നെ ഉപദ്രവിക്കുന്നു പറഞ്ഞു. എനിക്ക് പക്ഷെ അറിയാം അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ അവര് പതുക്കെ വാതുക്കെ വരെ പ്രത്യേകിച്ച് വാതുക്കെ വന്ന് നിന്ന് എന്നെ കേൾക്കാവുന്ന അവസ്ഥയായി. അതും കഴിഞ്ഞ് പിന്നത്തെ വിസിറ്റിനാണ് അവര് BP നോക്കാനൊക്കെ സമ്മതിച്ചു. BP നോക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴേ ഇവര് പറയുന്ന ഈ സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് ഇത് എനിക്ക് അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഇവര് ഒന്നുകിൽ ഇങ്ങനെ ആരോടും മിണ്ടാണ്ടിരിക്കും, ഒട്ടും മിണ്ടില്ല, ഒരു ഇതും ഇല്ലാണ്ടിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഭയങ്കര അലറി വിളിക്കലും ആവും. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവും, കാണാണ്ട് പോവും. ഇവരെ ഇറങ്ങി ഒരു ഇതുമില്ലാണ്ട്. പിന്നെ അവരൊറ്റയ്ക്കാണ് താമസവും. ഒരു കല്യാണം കഴിച്ചിരുന്നു, ഭർത്താവ് ഉണ്ടായിരുന്നു, ഒരു കൊച്ചുണ്ടായി, കൊച്ച് മരിച്ചുപോയി. അതിനുശേഷമാണ് ഇവരിങ്ങനെ ആയപ്പോ ഭർത്താവും ഇല്ലാണ്ടായപ്പോ ഭർത്താവ് വേറെ കല്യാണം കഴിച്ച് വേറെ കല്യാണം കഴിച്ച മീൻസ് വേറെ സ്ത്രീയുടെ കൂട്ടത്തിലാണ് താമസം. അപ്പോ ഇവര് ചിലപ്പോ ഇറങ്ങിപ്പോവും, ഭയങ്കര വയലന്റ് ആയിരിക്കും ചില സമയത്ത്. ചിലപ്പോ ഒന്നും മിണ്ടാണ്ട് ഇതുപോലെ അകത്തിരിക്കാവും, ഭയങ്കര അലറി വിളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ കേട്ടിരുന്നു, താഴത്തേക്ക് കേൾക്കാൻ പറ്റും, അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ അലറി വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇതും കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കുട്ടി പറഞ്ഞ ഒരു പോയിന്റ് എന്റെ തലയിൽ ഇങ്ങനെ കയറി. അതും ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു ഒക്കെ കൂടി വരുമ്പോ ഉള്ള ഒരു സിംറ്റം ഒക്കെ കൂടി വെച്ച് നോക്കുമ്പോ ഈ സിംറ്റം അതിന് ആ മെഡിസിൻ ഉണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ പെറാട്രമാൽബ്. ഇവരുടെ ഈ മാനിയാണ്, വാണ്ടറിങ് ഫ്രം ഹോം, ഇതെല്ലാം വളരെ ഇതായിട്ട് പെറാട്രമാൽബ് വായിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു സിംറ്റം ഉണ്ട്, കോപ്രോഫാജിയ എന്ന് പറഞ്ഞത്. കോപ്രോഫാജിയ എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് പീസസ് എന്നാണ് ശരിക്കും. അങ്ങനെ ഒരു സിംറ്റം ഉണ്ടെന്നോ, അങ്ങനെ ഒരു നമ്മുടെ ഹോമിയോപ്പതിയിൽ അങ്ങനെ ഇതിനൊരു മെഡിസിൻ ഉണ്ടെന്നോ പോലും എനിക്ക് അതുവരെ കേട്ടിട്ടും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ അറിയാനും വയ്യായിരുന്നു. ഭയങ്കര അത്ഭുതമായി. ഞാൻ കൊടുത്തിരുന്ന കാലിഫോസ് കൊടുത്തിരുന്നു. അതിനിടയ്ക്ക് അവര് പല മെഡിസിൻസും കൊടുത്തിരുന്നു ഇവരൊന്ന് കാമാക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതിനിടയ്ക്ക് വെറാട്രോൾബ് കൊടുത്തതോടുകൂടി ഇവര് അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും ഇവരെന്നെ അവിടെ നിൽക്കാൻ തുടങ്ങി. ഇവര് കുറേം കൂടിയൊക്കെ എന്നോട് കോപ്പറേറ്റ് ചെയ്തു. ഞാൻ BP ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ മെഡിസിൻസ് ഒക്കെ കൊടുത്തു. അത് മെറാട്രാൽബ് എല്ലാം വരുമല്ലോ. പിന്നത്തെ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോ ഇതുപോലെ ചെന്നപ്പോ അകത്ത് കയറിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു കൈവിട്ട് പോയാ വീണ്ടും പ്രശ്നമായോന്ന് ചോദിച്ചു. അപ്പൊ ഒന്നുമല്ല, എനിക്ക് ഇരിക്കാൻ ഒരു കൊരണ്ടിപ്പലയൊക്കെ എടുത്തോണ്ട് വരികയായിരുന്നു. അപ്പൊ അവര് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്.
ഞാൻ അവരുടെ ഫോട്ടോസ് എനിക്ക് നിങ്ങളെ ശരിക്കുള്ള കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ എന്റെ കൂട്ടത്തിൽ ഒരു നെക്സ്റ്റ് ടൈം വരുമ്പോ എന്റെ കൂട്ടത്തിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ മോള് MBBS കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എന്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അവള് ചെന്നപ്പോ ദേ ഇത് എന്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞപ്പോഴേ അവള് വന്ന്, ഓ കാണില്ല അല്ലെ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലെ, കഷ്ടായല്ലോ, കാണണ്ടായിരുന്നു. അവര് വളരെ കഷ്ടമായല്ലോ, അത് കാണാൻ ഏതോ പറ്റില്ല. ഒരു ഉം, ഏതോ ഒരു പൊസിഷനിൽ പിടിച്ചപ്പോ കുറച്ച് കാണാമായിരുന്നു. അങ്ങനെയല്ല, തിരിച്ച് ഓ ഇങ്ങോട്ട് ചേച്ചി ഏതോ ഇങ്ങനെ പിടിക്കുമ്പോ കുറച്ച് കൂടി കാണാമായിരുന്നു. ഇതിലിപ്പോ ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇവരിയ്ക്കണത്. അത് അവര് സഹകരിക്കാൻ തുടങ്ങി. വളരെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്ക് പോലും ഭയങ്കര അത്ഭുതമാവാൻ പാകത്തിനായി. ഇത് കഴിഞ്ഞ് പിന്നെ പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവരാണ് അവര് എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കണത്. ഇവര് മാറിയിട്ട് ഇവരാണ് അവിടെ ഏറ്റവും ഇത് എന്നെ കാത്തു നിൽക്കണതാണ് ഈ കാണുന്നത്. ബ്ലൗസ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഡ്രസ് ചെയ്ത് ഇത് കാണാം. നന്നായിട്ട് ഡ്രസ് ചെയ്ത് സാധാരണ എല്ലാരെയും പോലെ എല്ലാരോടും വളരെ കൂളായിട്ട് അതൊക്കെ ക്ലിയർ ആയിട്ട് ഇപ്പൊ കാണാം, നന്നായി കാണാം. അതാ പറഞ്ഞ ഏതോ ഒരു പൊസിഷൻ ഇപ്പൊ കാണാം. ഈ ഫോട്ടോസ് ഒക്കെ എല്ലാം എന്റെ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇവരുടെ ഈ ഫോട്ടോസ് ഒക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം ആയപ്പോഴത്തേക്കും ഇവര് ഇതുപോലെ തന്നെ ഈ ഫോട്ടോ ഒന്നും പക്ഷെ കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇവരെന്റെ കൂട്ടത്തിൽ വളരെ നേരത്തെ പിടിച്ച പൊസിഷനിൽ പിടിച്ചേ ഏത് പൊസിഷനിൽ പിടിക്കുമ്പോഴാണ് ആ വന്നേന്നറിയാം. അതാണ് അവര് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഫോട്ടോ എന്റെ കൂടെ. ഞാൻ വളരെ നന്നായിട്ട് അതുപോലെ ആദ്യത്തെ പ്രാവശ്യം ഇതുപോലെ മാല ഇതൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഇപ്പൊ കാണാലോ അല്ലെ. ഇത് മാലയൊക്കെ ഇട്ടിരിക്കുന്നത് അവരാണെന്ന് പറയുന്നില്ലല്ലോ. അവരാണിത്. നിറയെ മാലയൊക്കെ ഇട്ട് ബ്ലൗസും ആ സ്ത്രീ തന്നെയാണിത്. ആകെ മാറിപ്പോയി. ഈ വെറാട്രമാൽബിനൊക്കെ ഇത്ര ശക്തി ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോഴാണ് മനസ്സിലാവണം. ആദ്യത്തെ ഈ ഫോട്ടോ ആദ്യം കണ്ടില്ലെങ്കിൽ ആകെ മാറ്റി മറിച്ചു. സത്യം അത് ഇതിപ്പോ ഞാൻ ഇതുപോലെ ആദ്യത്തെ ആ ഫോട്ടോയാണിത്. പൊസിഷൻ ഏതെങ്കിലും പൊസിഷൻ കുറച്ച് പറ്റണില്ല. ഇത് ആദ്യത്തെ ഫോട്ടോ, ആദ്യം ഞാൻ കാണിച്ച ഫോട്ടോ. ഇപ്പൊ കുറച്ച് കാണില്ലേ? കുറച്ച് ഉടുപ്പിടാതെ ഉടുപ്പൊന്നും ഇടാണ്ട് അവരങ്ങനെ ആ ഇരുട്ടത്ത് ഒന്നാമത് അവര് ഇരുട്ടത്താ നിക്കണത്. അപ്പൊ ഫോട്ടോയ്ക്ക് അത്ര ക്ലാരിറ്റി ഉള്ളൂ കേട്ടോ അതില്. അധികം പ്രായം ഇല്ലെന്ന് തോന്നുന്നല്ലേ? അത് നമുക്ക് അധികം പ്രായം ഇല്ല, പക്ഷെ എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. ഒന്നാമത് അവരുടെ തല നരക്കില്ല. തല നരക്കിൽ വളരെ വളരെ ഇതായിട്ട് ഇപ്പൊ ഇവര് സാധാരണ ഒരു ഇതായിട്ട് ഒരു സ്ത്രീയായിട്ട് ഫോട്ടോസ് ബാക്കി എല്ലാവരുടെയും കൂട്ടത്തിൽ എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിരുന്നത് മറ്റുള്ളവരുടെ കൂട്ടത്തില് കാണുന്നില്ല. അങ്ങനെ പിടിച്ചാ കാണിയേയില്ല. ഏത് പൊസിഷനിൽ പഠിക്കുമ്പോഴായി കാണാൻ പറ്റുന്നതെന്നറിയില്ല. കുറച്ചുകൂടെ മുമ്പോട്ടൊന്ന് എന്തോ ഇങ്ങനെ ശരിക്കും റൈറ്റിലോട്ട് ലെഫ്റ്റ്. ഇപ്പൊ കാണാമല്ലോ. കുറച്ച് കാണാം. ഇതില് ഈ ബ്ലൂ ബ്ലൗസ് ഇട്ട സ്ത്രീ ആണ് അവര്. മറ്റുള്ളവര് പുറകിൽ നിൽക്കുന്ന ഞാനാണ്. മറ്റുള്ള പേഷ്യൻസിന്റെ മറ്റുള്ള അവരുടെ കൂട്ടത്തിൽ വന്ന് നിൽക്കണം. അത്രയ്ക്ക് ഒരു ഭയങ്കര വണ്ടർഫുൾ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടായി. അത് ഏറ്റവും കിട്ടിയത് എനിക്ക് ഞാനിത് നോക്കിക്കൊടുത്തപ്പോ ഈ ഒരു സിംറ്റം കൊടുത്തു കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോണു. പിന്നെ അവരെ എന്തോ ഒരു വേറൊരു സ്പിരിറ്റിന്റെ കൺട്രോളിലാണെന്നൊക്കെ എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞപ്പോ അവര് ഈ രണ്ട് ഇതുണ്ടല്ലോ, ടു എക്സ്ട്രീംസ്. ഒന്നും മിണ്ടാണ്ട് കുത്തിയിരിക്കും, വെറുതെ പുറത്തോണ്ടിരിക്കും. അല്ലെങ്കിൽ അവര് ഭയങ്കര വയലന്റ് ആയിട്ട് അവര് സ്പീക്കിങ്ങും അലർച്ചയും ബഹളവും ഉപദ്രവിക്കലും ഒക്കെ ആയിരുന്നു. ഇത് രണ്ടും കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ കുട്ടി പറഞ്ഞ ആ ഒരു സിംറ്റം ഏറ്റവും വലിയ ഈ എക്സ്ക്രീറ്റ ഇത് ഭക്ഷിക്കും എന്ന് പറഞ്ഞത്.
അത് ആ ഒരു സിംറ്റം നമ്മൾ ഇങ്ങനെ നമുക്ക് അറിയാനേ വയ്യ. ഇങ്ങനെ ഒരു സിംറ്റം ഇതിൽ ഈ വെറാട്രമാൽബിൽ ഉണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു, അങ്ങനത്തെ ഒരു സിംറ്റം. ഇത് നോക്കിയപ്പോഴാണ്, നമ്മളിത് നോക്കിക്കഴിഞ്ഞ് വെറാട്രമാൽബ് കിട്ടിയിട്ട് അത് നോക്കി വന്നപ്പോഴാണ് ഈ കോപ്രോഫാജിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തെന്നാന്ന് പിന്നെ ഡിക്ഷണറി നോക്കി കോപ്രോഫാജി എന്താന്ന്. നമുക്ക് അതുപോലും നമ്മൾ അങ്ങനെ ഒരു ഇത് വേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ടുമില്ല. അപ്പോഴാണ് ഈറ്റിംഗ് ഓഫ് പീസസ് എന്ന് പറയുന്നത്. വെരേട്രാൾബ് ഏത് പൊട്ടൻസി കൊടുത്തു? വണ്ണം, ചെറിയ തീയിൽ നിന്ന് കയറി കയറി വണ്ണമിലാണ്. വണ്ണം കൊടുത്തതോടുകൂടിയ കാലിഫോസും വെറാട്രം, പിന്നെ കാലിഫോസ് കുറച്ച് നാളും കൂടി തുടർന്നു. ഇപ്പൊ അവര് വളരെ നോർമൽ ലൈഫാണ് ലീഡ് ചെയ്യണത്, ഒരു പ്രശ്നമില്ല ഇപ്പൊ അവർക്ക്. പിന്നീട് അവർക്ക് അവരുടെ ഒരു അവർക്കൊരു ആദ്യം അങ്ങനെ അറിഞ്ഞിരുന്നില്ല, പിന്നെ ഒരു മകൻ മരിച്ചു പോയിട്ടോ. പിന്നെ ഞാൻ പേടിച്ചു, ഇവരുടെ വീണ്ടും മകൻ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ അവർക്ക് തീരെ പ്രായക്കുറവൊന്നും അല്ല, അവർക്ക് കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. പിന്നെ ഒരു മകൻ അവരുടെ മരിച്ചു എന്ന് പിന്നെ വേറെ ആൾ പറഞ്ഞു. അപ്പൊ ഞാൻ പേടിച്ചു, വീണ്ടും ഇവരുടെ കൈവിട്ട് പോവോ, അവരുടെ മൈൻഡ് കൈവിട്ട് പോവുകയാണ്. ഇപ്പൊ പ്രശ്നമില്ലാണ്ട് ഇപ്പൊ അത്യാവശ്യം മറ്റൊരു സ്ത്രീകളുടെ ഒക്കെ കൂടെ ഈ പണിക്ക് പോകലും എല്ലാം ഉണ്ട്. ഇപ്പൊ വളരെ ഇതായിട്ട് ജീവിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കല്ലേ നല്ലത്. ഇത്രയൊക്കെ പോരെ ഞാൻ അതെ, പറയാം. ഇനി 10 മിനിറ്റ് ആണ്. കഴിഞ്ഞോ? ആ ഡോക്ടർക്ക് പറയാനുള്ളല്ലോ. ഓക്കെ, പോരെ, എത്ര അപ്പൊ പോരെ. 10 മിനിറ്റേ ഉള്ളൂ. എന്തായാലും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം 2-3 കേസേ പറഞ്ഞോളെങ്കിലും അത് വളരെ വ്യത്യസ്തമായ ഒരു അറിവാണ്. കാരണം ഒണോസ്മോഡിയം 2 കേസ്, അത് വളരെ നന്നായിരുന്നു. കാരണം അതുകൊണ്ട് ഓരോരുത്തരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞത് വളരെ നല്ലത്. വളരെ സന്തോഷം അത് കേട്ടപ്പോ. പിന്നെ വെരേട്രാൽബും അതുപോലെ തന്നെ അത്ഭുതകരമായ മാറ്റം. അതും നല്ല കേസുകളായിരുന്നു 3. അപ്പോ വളരെ സന്തോഷം. ഇനി മറ്റു ഡോക്ടേഴ്സിന് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താൽ നന്നായിരിക്കും. ക്ലാസ് കേട്ടതിൽ എന്തെങ്കിലും പറയാനുണ്ടോ ഡോക്ടേഴ്സിന്? പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ആർക്കും ഒന്നും പറയാനില്ലേ? സലീം കുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഓക്കെ. അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ നമ്മളോട് പറയാൻ ശ്രമിക്കുമോ? എങ്ങനെ അവര് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ അവര് ശ്രമിക്കുമോ? ആദ്യം ഒന്നും പറയില്ല. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് അടുപ്പായപ്പോ ഇപ്പൊ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇതൊന്നുമല്ല നമ്മൾ മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല, അല്ലാതെ വീട്ടു പ്രശ്നങ്ങളും ഒക്കെ തീർക്കേണ്ട ആള് നമ്മളാ. കുട്ടികളുടെ പഠന കാര്യങ്ങള്, കുട്ടികള് സ്കൂളിലെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോ അതിനുള്ള ചെലവ്, അങ്ങനെയൊന്നും ഇല്ല. വീട്ടിലെ സകല പ്രശ്നങ്ങളും നമ്മളോട് പറയും. പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയും. ആദിവാസി സ്ത്രീകള് നമ്മൾ സ്ത്രീകളും ഒക്കെ തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം എന്താ? അടിസ്ഥാന വ്യത്യാസം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ അത്രയും, നമ്മള് ജനറൽ വിഭാഗത്തിലുള്ളവരുടെ അത്രയും കുശുമ്പൊന്നും അവർക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുശുമ്പില്ല. എന്താ വെച്ചാൽ അവര് പ്രതീക്ഷിക്കണില്ല ഇത് തന്നെ. ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ പോലും നമ്മുടെ ഇതിലൊക്കെ ആണെങ്കിൽ എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി എന്നൊക്കെ കേട്ട് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇത്തിരി പ്രശ്നമൊക്കെ വരും. വരാം സ്വാഭാവികം. അവരുടെ ഇടയിൽ അതില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ല. അവര് ആദ്യം മുതൽ കണ്ടു വളരുന്നു, അതൊരു പ്രശ്നമല്ല. അപ്പൊ പിന്നെ അവർക്ക് ഒരു കുശുമ്പോ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ലാത്തത്ര ഇതായിരുന്നു. ഒരു സ്ത്രീ ഉണ്ട്, ഒരു വെള്ളച്ചി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ. അപ്പൊ ആ സ്ത്രീയുടെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞോന്ന് എനിക്കറിയാമല്ലോ, ഒരു പ്രാവശ്യം ആ വെള്ളച്ചിയുടെ മകളാണ്, ഒരു സീമയുണ്ട്. സീമയുടെ അച്ഛൻ ഇന്നയാളാണ്, എനിക്കറിയാവുന്ന അവിടെ തന്നെയുള്ള ബാലനാണ്. അപ്പൊ സീമയുടെ അനീത്തി ഉണ്ട്, വേറെ സുനിതയുണ്ട്. സുനിതയുടെ അച്ഛൻ ഈ മറ്റേ പറഞ്ഞ ആളുടെ മരുമകനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ. അപ്പൊ അവിടെ ഓണത്തിയമ്മ എന്ന് പറഞ്ഞൊരു നമ്മുടെ അവിടുത്തെ ഒരു കാർന്നോത്തിയായിട്ടുണ്ട്, ഊരിലെ മൂപ്പന്റെ വൈഫ്. അപ്പൊ ഓണത്തിയമ്മയുടെ ആങ്ങളയുടെ മകളാണ് ഈ സീമ, ഈ വെള്ളച്ചിയുടെ മകള്. ഓണത്തിയമ്മയുടെ മകന്റെ കുട്ടിയാണ് സുനിത, ഈ വെള്ളച്ചിയമ്മയുടെ തന്നെ. അപ്പൊ ഒരാള് അമ്മാവന്റെ മകളോ ഒരാൾ മരുമകന്റെ ആണ്.
അപ്പൊ ഇവര് 3 കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞെ. പക്ഷെ എന്നിട്ട് ഇപ്പോ ഈ പറയണ സുനിതയുടെ അച്ഛന്റെ കൂട്ടത്തിൽ ഈ വെള്ളച്ചമ്മയുടെ അനിയത്തിയാണ് ഇപ്പൊ ഭാര്യയായിട്ടുള്ളത്. ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇവരൊക്കെ ഒരു വീട്ടിലൊക്കെ തന്നെ, ഒരു വീട്ടിലെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ തന്നെ ഉണ്ട്. അവർക്കൊന്നും തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല. അത് നമ്മുടെ ഇവിടെ പറ്റുമോ? ഇവിടെ കത്തിക്കുത്തും ബഹളവും നടക്കില്ലേ പെണ്ണുങ്ങളുടെ? അപ്പൊ അത് അവർക്കുമില്ല, ആണുങ്ങൾക്കും പ്രശ്നമില്ല, പെണ്ണുങ്ങൾക്കും പ്രശ്നമില്ല അതൊന്നും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനായിട്ട് കുറച്ചും കൂടി വിദ്യാഭ്യാസവും കുറച്ച് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ഇവരെ നമ്മുടെ കുടുക്കിലേക്ക് പിടിച്ചിരുന്നുണ്ടല്ലോ. അവര് സ്വസ്ഥമായിട്ട് ജീവിച്ചു പോണവരാ. അവർക്ക് ടെൻഷൻസും ഇല്ല, ഇല്ലേ? അയ്യോ, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വളരെ ഫ്രീ ആണ്. അവർക്ക് ടെൻഷൻ ഇല്ല, നാളത്തെ കുറിച്ചുള്ള ചിന്തയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് കിട്ടുന്നതിൽ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എന്നേ ഉള്ളൂ. കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ടെൻഷൻ ഇല്ല. കുറെ വീട് വെക്കണം, മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടണം, അങ്ങനത്തെ യാതൊരു ടെൻഷനും ഇല്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ ഫ്രീ ആണ്. നല്ല ആയുസൊക്കെ ഉണ്ട് അവർ. ഞാൻ ചെന്നതിന് ശേഷം ആൾക്കാരൊക്കെ ഈ പ്രായമായിട്ടല്ലാണ്ട് അവിടെ മരിക്കണതൊക്കെ വളരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഞാൻ കണ്ടില്ലേ, മിക്കവാറും പേർക്കൊന്നും തല നരച്ചിട്ടൊന്നുമില്ല. ഇവരുടെ തലയൊന്നും നോക്കി പ്രായം കണ്ടുപിടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പ്രായം അവർക്ക് അറിയാനും വയ്യ. എന്ന് വെച്ചാൽ ഈ ടെൻഷൻസ് ഇല്ല. വളരെ എന്താ പറയാ, ക്ലോസ് ടു നേച്ചറായിട്ട് ജീവിക്കണവരാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷെ കേക്കല്ല. മ്യൂട്ട് ചെയ്തേക്ക. സലിം മ്യൂട്ട് ചെയ്തേക്ക. പറയണ കേക്കത്. ഡോക്ടർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ഇവർക്ക് വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളിപ്പോ അതായത് നമ്മളിന്ന് അല്ല, പഠിക്കുന്ന വിദ്യാഭ്യാസം അവർക്ക് ആവശ്യമുണ്ടോ? അതായത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ ആൾക്കാർക്ക് ആയുസുകളുണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തിൽ വ്യത്യാസമുണ്ടോ? നമ്മളിന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസം അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഇവർക്ക് വിവരമില്ലായ്മയാണ്. അതാണ് അത്രേ പ്രശ്നം. ഉള്ളൂ. ഇവര് വിവരമില്ലായ്മ. വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വിദ്യാഭ്യാസം ഒന്നും വേണ്ട. എന്റെ വലിയ ആഗ്രഹമായിരുന്നു അവർക്ക് വേണ്ടി സ്കൂൾ തുടങ്ങണം എന്നൊക്കെ. പക്ഷെ അതൊന്നും നടന്നില്ല. അത് ഇങ്ങോട്ട് നടക്കാനും പോണില്ല. ടീമില്ല. തന്നെയല്ല, ഭയങ്കര ഒരുപാട് നൂലാമാലകൾ വരും. അപ്പൊ വരുമ്പോ ഈ സിലബസ് ഒന്നും പഠിച്ചല്ല. പക്ഷെ അവർക്ക് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പറ്റിക്കാൻ പറ്റുമല്ലോ എല്ലാവർക്കും. അടിസ്ഥാന വിദ്യാഭ്യാസമെങ്കിലും ഇല്ലെങ്കിൽ ഇവരെ എവിടെയെങ്കിലും കൈ ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അവിടെ ഇട്ട് കൊടുക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോ രണ്ടും കെട്ട രീതിയാണ്. അവര് മറ്റേ പ്രകൃതിദത്തമായുള്ള ഭക്ഷണമൊന്നുമല്ല, പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിക്കുന്നവര്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവര്, ജീൻസും ഷർട്ടും ഇട്ട് നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ വായിക്കാനും എഴുതാനും അറിയാനും വയ്യ എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ അവർക്ക് ജീവിക്കാൻ വേണ്ട ഇതായ വിദ്യാഭ്യാസമൊക്കെ ശരിക്കും മതി. ശരിക്കും അതാണ് വേണ്ടത്. പിന്നെ ഈ പറ്റിക്കപ്പെടാതിരിക്കാനുള്ള അറിവില്ലായ്മയുണ്ട് അവർക്ക്. അതാണ്. അറിവുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതേസമയം മറ്റ് പല ഈ പണിയർക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഈ അറിവില്ലായ്മ വലിയ പ്രശ്നമല്ലേ? വിദ്യാഭ്യാസം ഈ രീതിയിൽ തന്നെ വേണമെന്നില്ല, പക്ഷെ അറിവ് വേണമല്ലോ. അതില്ല. അതാണ്. അപ്പോ അതാണ് പിന്നെ ഈ ആദിവാസികളെ കുറച്ച് എനിക്കറിയാം. ഞാൻ കുറച്ച് അട്ടപ്പാടിയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴ് അറിയാം. പക്ഷെ അവിടെ ഉള്ള എല്ലാം ഈ മെയിൽ വിഭാഗം ആണുങ്ങളെന്ന് പറയുന്നതെല്ലാം ഒരുപാട് ഈ വെള്ളം കള്ളുകുടിയും പിന്നെ ഈ കഞ്ചാവൊക്കെ അവിടെ സുലഭമായിട്ട് കിട്ടും. യാതൊരു കാര്യശേഷിയും ഇല്ലാതെ ഈ വെള്ളവും അടിച്ച് ജോലിക്കും പോവാതെ അങ്ങനെ ഉള്ള അതാണ്. അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണം പറയാൻ. ഒന്നും ഒരു അതിവിടുത്തെ ബോധമില്ല. അവസ്ഥ തന്നെയാണ്. പെണ്ണുങ്ങളാണ് കഷ്ടപ്പെടാനും പണിയെടുക്കാനും എല്ലാം. ഇവര് വെള്ളമടി എന്തെങ്കിലും കിട്ടുന്ന പൈസ വെള്ളം അടിക്കുക, വീട്ടിൽ മാറ്റും. വെള്ളം കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ വേണമെങ്കിൽ മാറ്റിക്കോളും. പക്ഷെ കുറെ നമ്മുടെയൊക്കെ ഇടപെടൽ കൊണ്ടൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. വെള്ളോടി കഞ്ചാവും എല്ലാം ഉണ്ട്. ഇത്തവണത്തെ ഈ ഡോക്ടേഴ്സ് ഡേക്ക് അതൊക്കെയാണ് ഫേസ്ബുക്കിലൊക്കെ ഇവരൊക്കെ പോസ്റ്റ് ഒക്കെ ഇട്ട് തുടങ്ങി. അവിടുന്നുള്ള ഒരു സ്ത്രീ ഇട്ടേക്കുന്ന പോസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ. ഇതിനു മുമ്പ് ഒരിക്കലും അവർ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഡോക്ടർ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറിച്ച് ഭയങ്കര ഇതായിട്ട് ഇതുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അവര്. അപ്പൊ അങ്ങനെയൊക്കെ ഇടാനൊക്കെ ഉള്ള ഒരു ലെവലിലേക്ക് എത്തിയവരും ഉണ്ട്. ഒരുപാട് മാറ്റം നമ്മൾ വിചാരിക്കുന്ന ഫുൾ മാറ്റം വന്നില്ലെങ്കിലും നല്ല മാറ്റം കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. അതിൽ ഭയങ്കര തൃപ്തയാണ് ഞാൻ. പക്ഷെ അത് കാലം കഴിയും തോറും കുറെയെങ്കിലും പുരോഗമനം അങ്ങോട്ട് ചെല്ലുമല്ലോ. അതെ. അപ്പോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഷഫീഖ് ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. ഷഫീഖ് ഡോക്ടർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഷഫീഖ് ഡോക്ടറെ ഉണ്ടോ?
ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഡോക്ടർക്ക് ഇനി എന്തെങ്കിലും പറഞ്ഞ് മിസ്സുണ്ടോ? കൺഫേം? ഭദ്ര ടീച്ചർ ഉണ്ടോ ഇതില്? ഭദ്രാമ്മ ഡോക്ടർ ഉണ്ടല്ലോ, ഉണ്ട്. ഭദ്ര ടീച്ചർ ഞാനിങ്ങനെ നോക്കിയപ്പോ ഭദ്രാമ്മ നന്ദകുമാറിന് കണ്ടു. ഡോക്ടർ അത് ഭദ്രാമ്മ തന്നെ, ടീച്ചർ ഉണ്ട്, ഉണ്ടോ ഉണ്ട്. ഇതില്? ഭദ്രാമ്മ മാഡം ശരി. എന്തെങ്കിലും പറയുന്നുണ്ടോ? ടീച്ചർ ഉണ്ടോ? സ്റ്റുഡന്റ് ഉണ്ടോ ആണോ? ഇതില്? സ്റ്റുഡന്റ് ആണോ? പിന്നെ പിന്നെ ഭദ്രാമ്മ മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ടീച്ചർ കാണുന്നുണ്ടെങ്കിലും അവിടെ ഇല്ല, ഇല്ലേ? ചിലപ്പോ കിടന്നു കാണും. ഇപ്പൊ ഇരുന്ന് ചിലപ്പോ ഉറങ്ങി ക്ഷീണം ആ മാഡത്തിന് എപ്പോഴും. അപ്പൊ അതങ്ങനെ. അതെ. അപ്പൊ വേറെ സീന സോമൻ ഉണ്ടോ അവിടെ? എന്റെ ഫ്രണ്ടാണ് അവരൊക്കെ. ഉണ്ട്, ഉണ്ട്. സീന സോമൻ ഉണ്ട്. സീന അൺമ്യൂട്ട് ചെയ്ത് സോമന്റെ സംസാരിക്കാമോ? പേര് കാണുന്നുണ്ട്. ഡോക്ടർ സീന സോമൻ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? സീന സോമൻ ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഭദ്രൻ ഡോക്ടർ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഭദ്രൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഭദ്രൻ ഡോക്ടർ ഉണ്ടോ? ഇല്ല. സമയായില്ലേ നമ്മുടെ? സമയമായി. അതുകൊണ്ടായിരിക്കും ആരും വരാത്തത്. അപ്പൊ എന്തായാലും നല്ല എന്താണ്, നല്ലൊരു അനുഭവമായിരുന്നു ഇന്ന് ഡോക്ടറുടെ ക്ലാസ്. നല്ല ഒരു ക്ലാസ് എടുത്ത അല്ലെ, കുറച്ച് മെഡിസിനുകളെ കുറിച്ചും ആദിവാസി ഊരിലെ, നമ്മളൊന്ന് ആദിവാസി ഊരിലൊക്കെ പോയിട്ട് വന്ന പോലെ ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അതുപോലെ ചികിത്സാ അനുഭവം പങ്കുവെച്ച ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് സലീം കുമാർ ഡോക്ടറെ ക്ഷണിക്കും. പോയോ? കേൾക്കാമോ? ഹലോ. കേൾക്കാം ഡോക്ടറെ. കേൾക്കാം. ഞാൻ ഏതായാലും വീഡിയോ ഇങ്ങനൊരു അവസരം എനിക്ക് തന്നതിൽ സന്തോഷം. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കും നമ്മളാണ് വിദ്യാഭ്യാസം കൊണ്ടും വിവരം കൊണ്ടും സംസ്കാരം കൊണ്ടൊക്കെ ഉയർന്നു നിൽക്കുന്നത്. പക്ഷെ നമുക്കില്ലാത്ത ഒരുപാട് ക്വാളിറ്റികൾ, ഇതൊന്നും ഇല്ലാത്ത നാടോടികളിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ റോഡ് വക്കിൽ കിടന്നുറങ്ങുന്ന നാടോടികളിൽ പോലും ഒരുപാട് നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്ന മാനുഷിക തലങ്ങളൊക്കെ കാണാറുണ്ട്. കേരളം വിട്ടു കഴിഞ്ഞാൽ മനുഷ്യർക്ക് മറ്റൊരാളുടെ കാലിൽ തൊട്ട് വന്ദിക്കുന്നതിന് യാതൊരു മടിയില്ല. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ആദിവാസികളിലും അവരുടെ നിഷ്കളങ്കത നമ്മൾ പോയി അവരെ ചൂഷണം ചെയ്യുകയാണ് പൊതുവെ എല്ലായിടും നടക്കുന്നത്. അവരിൽ നിന്ന് പഠിക്കാൻ പലതും ഉണ്ട്. അതൊന്നും പഠിക്കാതെ നമ്മളൊക്കെ പോയി നമ്മളുടെ വൃത്തികെട്ട വിദ്യാഭ്യാസ സമ്പ്രദായം അവരെ പഠിപ്പിച്ച് അവരെ ചീത്തയാക്കാൻ നോക്കുകയാണ് പൊതുവെ സംഭവിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് പ്രത്യേക സ്കൂളുകളിലൊക്കെ പിള്ളേരെ കൊണ്ട് പിടിച്ചിരുത്തി അടിച്ച് പഠിപ്പിച്ച് ഇപ്പൊ തല കയറ്റി, എന്നിട്ട് നമ്മളുടെ സംസ്കാരമില്ലായ്മ അവരുടെ സംസ്കാരത്തിലേക്ക് കയറ്റിവിടും. ഇതാണ് നടക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ചോദിച്ചത്. കാര്യം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ആളുകൾ അവർ വട്ടം വളഞ്ഞിരുന്ന് സംസാരിച്ചും അത്യാവശ്യം വിദ്യാഭ്യാസം നേടിയൊക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതെല്ലാം നേടിയ നമ്മൾ ആയുസ് കുറഞ്ഞു പോവുകയും ആരോഗ്യം തകരാറിലാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആണ് നമ്മൾ ഡോക്ടർ സരിതയുടെ ഈ ക്ലാസ് നമ്മൾ കേൾക്കേണ്ടി വന്നതും അവരവിടെ വെച്ച അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് അവർ നമ്മളെക്കാൾ ഉയരത്തിലാണെന്നാണ്. പിന്നെ ഏതായാലും ഇങ്ങനെയൊക്കെ ഒരു അനുഭവം കിട്ടുക എന്നുള്ളതും ആ അനുഭവം ഉണ്ടാവുന്നതിന് അതിനൊരു മനസ്സ് വരുന്നതിനും ഡോക്ടർ സലിലയെ എങ്ങനെയെങ്കിലും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഒരു ക്ലാസ്മേറ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ പ്രത്യേകമായ ഒരു അഭിമാനം കൂടി ഉണ്ട്. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് ഒരു അതിഥിയായി നമുക്ക് വന്ന ഡോക്ടർ സലിലയ്ക്ക് ഞാൻ IFPHന്റെ പേരിൽ നന്ദി പറയുന്നു. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് ഈ സമയവും ഇവിടെ ചെലവഴിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോ പ്രേമികൾക്കും IFPHന്റെ പേരിൽ നന്ദി പറയുന്നു. ഓക്കെ, സന്തോഷം സലീംകുമാർ ഡോക്ടറെ. സലീല ഡോക്ടറുടെ ക്ലാസ്മേറ്റ് ആണെന്ന് അറിഞ്ഞതിൽ അതിലും സന്തോഷമുണ്ട്. അത് ഞാൻ അറിഞ്ഞില്ല, ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും ഒരു നിമിത്തമായിട്ട് സലീംകുമാർ ഡോക്ടർ തന്നെ വിളിച്ചു. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനിയും ഡോക്ടർ ഇതുപോലെ
പുതിയ വിവരങ്ങളും ഒക്കെ ആയിട്ട് സൗകര്യം പോലെ വീണ്ടും എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം.